എന്താണ് നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ ആ ഒരു ദശമഹാവിദ്യയുടെ കൺക്ലൂഷൻ ഒന്ന് പറയാന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഈ 10 മഹാവിദ്യകൾ? നമ്മളെല്ലാരും വിശദമായിട്ട് കണ്ടു. ഓരോരുത്തരെ നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായിട്ട് അവരെ തിരിച്ചു. ഉഗ്രം, ഉഗ്രം, സൗമ്യ ദേവതകളായിട്ട് തിരിച്ചു. പിന്നെ കാളീകുലം, ശ്രീകുലം എന്ന് തിരിച്ചു. ഇതൊക്കെ മനുഷ്യന്റെ സ്ഥൂല നേത്രങ്ങൾക്ക് നമ്മൾ പലതായിട്ട് കാണപ്പെടുന്ന ദേവികളാണ് അല്ലെ. അപ്പോൾ ഓരോന്നിന്റെയും തത്വമാണ് കണ്ടുപോയത്. കാളി, താര, ചിന്നമസ്ത, ഇതിന്റെയൊക്കെ തത്വങ്ങള്. തത് ത്വം അസി. എന്താ തത്വം? നമ്മള് തത്വങ്ങള് 36 തത്വങ്ങള് എങ്ങനെ ഈശ്വരൻ പലതായിട്ട് ഈ ഭൂമിയായിട്ട് തീർന്നു, നമ്മൾ ഓരോരുത്തരുമായിട്ട് തീർന്നു, നമ്മൾ എങ്ങനെ ശിവൻ ജീവനായിട്ട് തീർന്നു, ഒന്നും നാമരൂപങ്ങളില്ലാത്ത ബൃഹത്തായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെയാണ് ബിന്ദുവിലൂടെ ഈ 36 തത്വം എന്ന് പറഞ്ഞാൽ തിരിച്ചുപോക്ക്, ഭൂമിയിലേക്ക് വരല് അല്ലെ, തത്വത്തിലൂടെയാണ് അല്ലെ. അത് ഇതായി, അഹം ഇതം. അപ്പൊ ഇതെങ്ങനെ മാറി? അപ്പൊ എങ്ങനെ മാറി എന്നുള്ളതിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ പറയുന്നത്. 36 തത്വങ്ങളിലൂടെ ആയിരിക്കുന്ന, തത്വാതീതമായിരിക്കുന്ന, ഒരു തത്വങ്ങൾക്കും ചെന്ന് പറ്റാൻ പറ്റാത്ത, ആ വാക്കുകളും മനസ്സും ഇന്ദ്രിയവും ചെല്ലാത്തടത്തിരുന്ന ആ മഹാശക്തി നാമരൂപങ്ങൾ സ്വീകരിച്ച് ബിന്ദുവിലൂടെ 36 തത്വങ്ങളിലൂടെ അല്ലെ, ആ രണ്ടായിട്ട് സ്ത്രീയും പുരുഷനുമായിട്ട്, ശിവനും ശക്തിയുമായിട്ട്, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട്, നമ്മുടെ എന്താ പറയാ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമായിട്ട് നമ്മളിൽ ഓരോ വ്യക്തികളായിട്ട് നാമരൂപങ്ങളാകുന്ന ഈ ജഗത്തില് എല്ലാമായിട്ട്, ചരങ്ങളും അചരങ്ങളുമായിട്ട് എല്ലാമായിട്ട് തീർന്നു അല്ലെ. അപ്പൊ എന്താണ് ഈ 10 ശക്തികൾ എന്ന് പറയുന്നത്? ഈ 10 ശക്തികൾ എന്തുകൊണ്ട് ഒരേ പരാശക്തി ഈ വിവിധ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷമായിരിക്കുന്നു? ഒരു ഉപാസകൻ ഇത് ഏത് ആംഗിളില്, എങ്ങനെയാ ഒരു ഉപാസകൻ, ഒരു ദേവീ ഉപാസകൻ സാധാരണ അവനവന്റെ ഉപാസ്യ ദേവതയെ മാത്രമേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളൂ അല്ലെ. വിഷ്ണു ഉപാസകര് വൈഷ്ണവ രൂപത്തിൽ ഭഗവാനെ കാണും. ഭഗവാന്റെ ചക്രങ്ങള്, വ്യൂഹങ്ങള് അല്ലെ, 12 ഭാവങ്ങളൊക്കെ വിഷ്ണുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. ശിവ ഉപാസകര് ദേവിയെ കുറിച്ചും ശിവനെ കുറിച്ചും പഠിക്കും. അവനവൻ എന്ത് ഉപാസനാ മാർഗമാണോ സ്വീകരിച്ചിരിക്കുന്നത് ആ ദേവതയെ കുറിച്ച് ആഴത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കോറില് എന്താണ് അത് വ്യക്തമാക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ, ഒരു ഉപാസകൻ അതാ അറിയേണ്ടത്. എന്താ, ഏതെങ്കിലും ഒരു വഴി സ്വീകരിച്ച് നമുക്കിപ്പോ എന്താ പറയാ, ശൈവമായാലും ശാക്തേയമായാലും ഗാണപത്യം അല്ലെ, കൗമാരം, ഏതിലൂടെ സൂര്യ ഉപാസന, സൗരം, ഏതെടുത്താലും നമ്മൾ അതിനെ മാത്രം സ്വീകരിക്കാം. നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ ഉള്ള കഴിവോ ബുദ്ധിയോ അത് ജ്ഞാനമോ നമുക്ക് ഒരു ജന്മത്തിൽ കിട്ടില്ല. ചിലർക്ക് പറ്റുമായിരിക്കാമെങ്കിലും ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പറ്റില്ല. അപ്പൊ നമ്മൾ ഏതാണോ എടുത്തിരിക്കുന്നത്, ഇപ്പൊ ശാക്തേയം എടുത്തു കഴിഞ്ഞാൽ ശാക്തേയം മാത്രം, അതിലിപ്പോ എടുത്തിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരി അല്ലെ. അപ്പൊ ആ ദേവിയെ മാത്രം കണ്ട് പഠിച്ച് ദേവിയുടെ പാദാതി കേശങ്ങളെ വർണ്ണിച്ച് അമ്മയുടെ എന്താണ് ആത്മസ്വരൂപം, അമ്മ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ പഞ്ചബ്രഹ്മങ്ങളുടെ ഉപരി ഇരിക്കുന്ന അമ്മ, ആ ഒരു എന്താ പറയാ ശ്രീപുരത്തിലെ മണിദ്വീപത്തില് ഇരിക്കുന്ന അമ്മയെ ആദ്യം നമ്മൾ പുറത്ത് ശ്രീചക്രത്തിലും ഒക്കെ കണ്ട് നമ്മൾ അകത്ത്, പിന്നെ ദേവിയെ കൂടുതൽ അറിയാൻ തുടങ്ങി. ദേവിയുടെ മന്ത്രം, ഈ 15 അക്ഷരമുള്ള മാതൃകാ വർണ്ണ രൂപം അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി, അമ്മ ആരാണ്? അപ്പൊ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആ ഒരു 51 അക്ഷരത്തിന്റെ ഉപാസ്യ ദേവതയാണ്. 51 അക്ഷരങ്ങളും അമ്മ തന്നെയാണ്. 51 അക്ഷരാളി കനിത തനുലതേ വേദമാകുന്ന ശാഖി. നമ്മുടെ ആ 51 അക്ഷരങ്ങളും നമ്മുടെ ശരീരത്തിൽ ലിഖിതമാണ്. നമ്മുടെ ഓരോ ആധാര ചക്രങ്ങളിലും 4, 6, 10, 12, 16, 2 എന്നുള്ള രീതിയിൽ ഈ 51 അക്ഷരങ്ങള് അമ്മ അക്ഷരസ്വരൂപിണിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നു. എന്തിനാ മന്ത്രം ജപിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഓരോന്നും നമ്മൾ അറിയണം. കാരണം ദേവിയുടെ തത്വം എന്ത് അല്ലെ, തത്വം എന്താ, ദേവിയിലേക്ക് എത്തിച്ചേരാൻ, ദേവി എന്ന് പറയുന്ന പരാശക്തി അല്ലെങ്കിൽ പരബ്രഹ്മ സ്വരൂപിണിയിൽ എത്തിച്ചേരാൻ ഏത് മാർഗം ഞാൻ സ്വീകരിച്ചു, ആ മാർഗത്തിൽ ഓരോ ദിവസവും നമ്മൾ ആഴത്തിലോട്ട് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മുത്തുകള് ആഴത്തിലാ കിടക്കുന്നത്. മുകളിൽ കിടക്കുന്നത് ഖനമില്ലാതെ ഫ്ലോട്ട് ചെയ്യുന്നതിനൊന്നും നമുക്ക് ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. കുമിളകളൊക്കെ നിസ്സാരമാണ് ഇല്ലേ, പെട്ടെന്ന് വന്ന് ഇല്ലാതായി പോകും. ഈ മുത്തുകൾ തേടിയെടുക്കണമെങ്കിൽ അത് സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് സഞ്ചരിക്കണം. അതുപോലെ ആയിരിക്കണം ഉപാസകൻ. സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ സൂക്ഷ്മതരം, സൂക്ഷ്മതമത്തിലോട്ട് പോയെങ്കിൽ മാത്രമേ അമ്മയെ അറിയാൻ പറ്റി. അതുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിച്ച് ഈ ജന്മത്തില്, ഈ കിട്ടിയ മനുഷ്യ ജന്മം എന്ന് പറയുന്ന ഏറ്റവും ഐശ്വര്യമാർന്ന ഒരു ജീവൻ നമുക്ക് മനുഷ്യ ശരീരം സ്വീകരിച്ചു വരുന്നു. അതിലൂടെ നമുക്ക് ബുദ്ധിയിലൂടെ മനസ്സിൽ നിന്ന് കിട്ടുന്നതെല്ലാം തന്നെ ബുദ്ധിക്ക് കൊടുത്ത് നമ്മൾ അറിഞ്ഞ് ഈ ശരീര രഥത്തെ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വലിച്ചുകൊണ്ടുപോകുന്ന ഈ രഥത്തെ യഥാർത്ഥമായ ദിശയിലേക്ക്, ദേവിയിലേക്ക് തിരിച്ച്
അതിന്റെ സാരഥിയായിരിക്കുന്ന ആ ബുദ്ധിക്ക് കൊടുത്ത് അതിലിരിക്കുന്ന രഥിയായിരിക്കുന്ന ജീവാത്മാവിനെ നമുക്ക് യഥാർത്ഥമായിട്ട് ആ ജീവാത്മാവ് ദേവി തന്നെയാണ്, അമ്മയാണ് നമ്മുടെ ആത്മസ്വരൂപം എന്നുള്ള തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളും അതിന്റെ കൂടെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇങ്ങനെ ദശമഹാവിദ്യകളെന്നോ അല്ലെങ്കിൽ നമ്മൾ പുറമേ നമ്മൾ പലതും പലതും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പഠിത്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ഉപാസകൻ മനസ്സിലാക്കേണ്ട എന്താ, അവനവന്റെ ആത്മവിദ്യയാണിത്. ശ്രീവിദ്യ എടുക്കുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, അവന്റെ ആത്മാവിനെ അറിയാനാണ്, തിരിച്ചുപോക്കിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം, അതിന്റെ ആഴത്തിലോട്ട് പോയേ മതിയാവും. ഇപ്പൊ ദശമഹാവിദ്യകൾ എന്ന് പറഞ്ഞ ഒരു വലിയ വിഷയം സാധാരണഗതിയിൽ ഉപാസകർക്ക് അല്ലാതെ മനസ്സിലാകാൻ പറ്റാത്ത, ആരും എടുത്ത് സാധാരണഗതി പഠിക്കില്ല ദേവി ഉപാസകരല്ലാതെ. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഉപാസനയിലുള്ള മന്ത്ര യന്ത്ര തന്ത്രാദികൾ ഒന്നും തന്നെ സാധാരണക്കാരന് ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ തന്നെയും അത് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. കാരണം ഇത് ഗുരുമുഖത്തു നിന്നല്ലാതെ നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. മന്ത്രദീക്ഷ പോലും ഇതിന് പ്രത്യേകമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ശ്രീവിദ്യാ മന്ത്രത്തിലെ മഹാഷോഡശി മന്ത്രത്തിന് ശേഷമാണ് ദശമഹാവിദ്യ മന്ത്രങ്ങൾ പോലും കൊടുക്കുന്നത്. അത്രയും ഉയർന്ന തത്വമാണ് ദശമഹാവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ രഹസ്യവും അത്രയും വലുതായിരിക്കും അല്ലെ. അത്രയും വലുതെന്ന് പറഞ്ഞാല് സാധാരണക്കാരന്, ഇപ്പൊ ഈവൻ ഒരു ശ്രീവിദ്യ ഉപാസകന് പോലും അവന്റെ അത്രയും ശ്രദ്ധയോടും ഭക്തിയോടും അത് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ആ തലത്തിലെത്തി ദശമഹാവിദ്യകൾ, അതായത് ഈ 10 ശക്തികള്, എന്തിനാണ് ഈ ദേവി ഒരേ ശക്തി തന്നെ വിവിധ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷമായിരിക്കണം എന്ന് അറിയണമെങ്കിൽ അത്രയും ഉപാസന ബലം ഉണ്ടായിരിക്കണം. അല്ലാതെ ഇതൊരു തമാശയായിട്ട് എടുത്ത് ചെയ്യുന്നവർക്ക് ഇത് ഒരിക്കലും വെളിപ്പെട്ട് കിട്ടില്ല. നമുക്ക് പറയാന്നല്ലാതെ ഇത് അനുഭവത്തിൽ വരണമെങ്കിൽ എന്ത് വേണം, ആ ദേവിക്ക് പൂർണ്ണമായിരിക്കുന്ന ശരണാഗതി ചെയ്ത് അമ്മയുടെ ഈ 10 ഭാവങ്ങളെയും കണ്ട് മനസ്സിലാക്കി ഓരോ ഭാവത്തിലൂടെയും എന്താണ് എന്നിലിരിക്കുന്ന ആ ദുഷ്ടശക്തികളെ എല്ലാം മാറ്റാനാണ് അമ്മ വന്നിരിക്കുന്നത്. ഈ അമ്മ വെളിയിലല്ല, എന്റെ ശരീരത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഈ ശക്തി തന്നെയാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷമായിരിക്കുന്നത്. ഒരേ ശക്തി. എന്താണ് ഇതിന് കാരണം, എന്തുകൊണ്ടാണ് ഇവയിൽ പലതും ശവശരീരത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്ന തലയോട്ടി മാലകൾ ധരിച്ചിരിക്കുന്നു അല്ലെ. കാളി താര എല്ലാം നമ്മൾ അങ്ങനെയാ കണ്ടത്. ചിന്നമസ്തയ്ക്കാണെങ്കിൽ തലയില്ല. ധൂമാവതി വളരെ എന്താ പറയാ ആ ഒരു വിചിത്ര ചിത്രീകരണത്തിലൂടെ ഇവരെയൊക്കെ ദേവി തന്നെ, ഇത് ഒരേ അമ്മ തന്നെയാണ്. അപ്പൊ പല ചിത്രങ്ങളിലും മുണ്ടമാല ധരിച്ചിരിക്കുന്നു അല്ലെ. അഹങ്കാരമാകുന്ന ഓരോ വ്യക്തിയുടെയും ആ അഹം എന്ന് പറയുന്ന ശിരസിനെ ധരിച്ചുകൊണ്ട് ദേവി നിൽക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്, നമ്മളിത് വീണ്ടും വീണ്ടും ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ അർത്ഥം നമുക്ക് കിട്ടുള്ളൂ. ശവശരീരത്തിന് മുകളിൽ നിൽക്കുന്നു അല്ലെ, താരാദേവി ശവശരീരത്തിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ശാസ്ത്രത്തിലൂടെ നമ്മള് ഇവരെ കണ്ട് ആരാധിച്ചാൽ മാത്രം പോരാ. കാരണം ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെല്ലാവരും ആ മഹാശക്തിയെ ഉപാസിക്കുന്നവരാണ്. ഈ ദശമഹാവിദ്യകളെ ഇങ്ങനെ മനസ്സിലാക്കിയാല് ഒരു ദേവി ഉപാസകന് ഇവയുടെ അടിസ്ഥാന തത്വം അറിയാൻ സാധിക്കും. കാരണം ഇപ്പൊ നമ്മള് 10 മഹാവിദ്യകളുടെയും അടിസ്ഥാന തത്വങ്ങളാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഏത് തന്ത്ര ഉപാസകനും അറിയേണ്ടത് എന്താണ്, ബേസിക് ആയിരിക്കുന്ന ശക്തികളാണ് അല്ലെ. ബേസിക് ആയിരിക്കുന്ന ശക്തി എന്താ, നമ്മുടെ ഏത് ഉപാസന എടുത്താലും ശാക്തീയ ഉപാസനയിൽ 2 പേരേ ഉള്ളൂ. നമ്മളവരെ ജഗത് മാതാപിതാക്കള്, ശിവനും ശക്തിയും എന്ന് പറയണം. അപ്പൊ ഏത് തന്ത്ര ഉപാസകനും അറിയേണ്ടത് നമ്മുടെ പ്രഥമമായിരിക്കുന്ന ആദ്യത്തെ ശക്തികളായിരിക്കുന്ന ആദ്യാശക്തി അല്ലെ, നമ്മുടെ അച്ഛൻ അമ്മ ഇവരാരാണ്, ശിവനും ശക്തിയുമാണെന്ന് അറിയണം അല്ലെ. ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് എവറിത്തിങ് ദാറ്റ് ഇസ് സീൻ ആൻഡ് അൺസീൻ ഇസ് ശിവ ആൻഡ് ശക്തി അല്ലെ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ശിവനും ശക്തി, ഇവർ 2 പേരേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാം ഇതിൽ ആരോപിതമാണ്, അവരുടെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് കാണണം. ശിവ ഇസ് ദ സ്റ്റാറ്റിക് ഫോം ഓഫ് കോസ്മിക് എനർജി അല്ലെ, നിശ്ചലാവസ്ഥ, നിശ്ചലമായിരിക്കുന്ന ശക്തിയെ നമ്മൾ ശിവനെന്നും, ചലനാവസ്ഥ പ്രകൃതിയുടെ ശക്തി ഇസ് ദി ഹിസ് ഓൺ എനർജി പവർ വിച്ച് ഇസ് ഡൈനാമിക് അല്ലെ. അപ്പൊ നമ്മള് ഈ 2 ആദ്യം ബേസിക്, നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പടി കെട്ടി 10 വിദ്യകളെ അറിയണമെങ്കിൽ ആദ്യം ബേസിക് അറിയണം. അപ്പൊ ബേസിക് എന്താണ്, ശിവനും ശക്തിയുമേ ഉള്ളൂ. ശിവന് നമ്മള് സ്റ്റാറ്റിക് ഫോം ഓഫ് കോസ്മിക് എനർജി, ചലനാവസ്ഥ എന്ന് പറയുന്നത് ശക്തിയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഈസ് ഹിസ് ഓൺ എനർജി, ശിവന്റെ തന്നെ, ഹിസ് ഓൺ, നമ്മൾ പറയില്ലേ എന്റെ ശരീരം, എന്റെ വീട് അല്ലെ. ഞാൻ എന്റെ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം ഇതിനകത്ത് വേറെ ആർക്കും ഓണർഷിപ്പ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്റെ മക്കള്, ഞാൻ പ്രസവിച്ച മക്കൾ, അത് എന്റെ മാത്രമാണ് അല്ലെ, എന്റെ ഉദരത്തിൽ വളർന്നവര്. ആ എന്റെയാണ് ഇവിടെ ശിവന് കൊടുത്തിരിക്കുന്നത്. ശിവന്റെ ഉള്ളിലെ, ശിവന്റെ മാത്രമായിരിക്കുന്ന ശക്തി
അത് വേറെ എവിടുന്നെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞുറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ബേസിക് തലത്തില് നമ്മൾ എവിടെ നിന്ന് വന്നോ ആ സോഴ്സിൽ എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാൻ എന്റെ രീതിയിലാണ് ദശമഹാവിദ്യകളെ, ഞാൻ എന്റെ ഉപാസനയിലൂടെ കണ്ട ദശമഹാവിദ്യകള് ആ വഴിയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ വയ്ക്കുന്നത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ വഴിയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന പാതയിൽ നമ്മുടെ ഗുരുപരമ്പര തോന്നിച്ചു തന്ന ഈ വഴി തീർച്ചയായിട്ടും നമുക്ക് കുറച്ചൊക്കെ വെളിച്ചം പകരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ സീൻ ആൻഡ് അൺസീൻ എന്ന് പറയുന്നത്, എന്താ പറയാ, പ്രകൃതി നമ്മള് സ്റ്റാറ്റിക് ശക്തിയെ കാണാൻ പറ്റുന്നില്ല, ഡൈനാമിക് ശക്തിയെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ പ്രവർത്തനങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? പഞ്ചഭൂതങ്ങളായിട്ട്, കാറ്റായിട്ട് ചലിപ്പിക്കുന്ന ശക്തിയായിട്ട്, ജലമായിട്ട് ഒഴുകുന്ന ശക്തി, അഗ്നിയായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്രകൃതിയുടെ ചലനാവസ്ഥ എന്ന് പറഞ്ഞാല് ദേവി, അതായത് എനർജി ഫോം, അതിനെയാണ് നമ്മൾ ശക്തി എന്ന് പറയുന്നത്. അപ്പോ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആ ശിവന്റെ തന്നെ ഓൺ എനർജി അല്ലെങ്കിൽ പവർ പ്രിൻസിപ്പിൾ ആണ്, ഡൈനാമിക് ശക്തിയാണ്. അപ്പോ ഇത് വേറെ ഒന്നിനും നമുക്ക് ഇതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എനർജി ആൻഡ് മാറ്റർ. മാറ്റർ എന്താ? ശിവൻ തന്നെയാണ് അല്ലെ? മാറ്റർ എന്ന് പറഞ്ഞ 36 തത്വങ്ങളില് നാമരൂപങ്ങളായിട്ട് തീർന്ന തണുത്തുറഞ്ഞ ശക്തി ഇല്ലേ? നമ്മുടെ ശരീരം, ഈ കാണപ്പെടുന്ന പർവ്വതങ്ങള് അല്ലെ, കാണപ്പെടുന്ന എല്ലാം, പർവ്വതങ്ങള്, കടല്, ഇതിനകത്തിരിക്കുന്ന ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ട് രണ്ട് ചേർന്നതാണ് ഇതെല്ലാം. തീരെ മോളിക്യൂൾസ് അടുത്തിരിക്കുന്നതിന് ചലിക്കാൻ പറ്റുന്നില്ല, അതിനെ നമ്മൾ ചലനശേഷി ഇല്ല എന്ന് പറയണം. പർവ്വതങ്ങള്, കല്ലുകള് ഇല്ല, അതിന് ശക്തി ഇല്ലെന്ന് വെച്ചാൽ അതിനകത്ത് അതിനെ വിഘടിച്ചു കഴിഞ്ഞാൽ എന്താ? ഇതെല്ലാം ഓരോ മോളിക്യൂളായിട്ട്, ആറ്റംസ് ആയിട്ട് മാറും, മോളിക്യൂളായിട്ട് മാറും. ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന സ്പേസ് ഇല്ലാത്തതിനെ നമ്മൾ അചരാവസ്ഥ എന്ന് പറയുന്നു, സ്പേസ് ഉള്ളതിനെ ചലനാവസ്ഥ എന്ന് പറയുന്നു. അപ്പോ ഈ പറഞ്ഞ ഈ എനർജിയും മാറ്ററും ഡിഫറൻറ്റേ അല്ല. എങ്ങനെയാണ് ഒരു പുരുഷന്റെ ശക്തി അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സെപ്പറേറ്റഡ് ആകുന്നത്? അതായത് ശിവന്റെ സെൽഫാണ് എന്ന് പറയുന്നു, ശക്തി പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നു അല്ലെ? ഒരു പുരുഷൻ ഇല്ലാതെ ശക്തി ഉണ്ടായിരിക്കാൻ പറ്റില്ല. പക്ഷെ ശക്തി ഇല്ലെങ്കിലും പുരുഷൻ അവിടെ ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ പറയല്ലേ, ആ ഒരു ഷീ എന്ന് പറയുന്നത് ഹീയിൽ നിന്ന് വരുന്നു, പക്ഷെ ഷീ ഇല്ലെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്താ അതിനകത്ത് ഒരു ലെറ്ററിന്റെ മാറ്റം? ഹി എന്ന് പറയുന്ന ഹി എപ്പോഴും ഉണ്ട്. ആ എസ് എന്ന് പറയുന്ന ചലിപ്പിക്കുന്ന ശക്തി വരുമ്പോ അത് സ്ത്രീയായിട്ട് മാറുന്നു. അപ്പൊ ആ പുരുഷനല്ലാതെ വേറെ ഇവിടെ ഒന്നുമില്ല. അപ്പൊ ശക്തി ആ പുരുഷന്റെ ഉള്ളിൽ നിന്ന്, സെൽഫിൽ നിന്നാണ് ഈ എനർജി വന്നിരിക്കുന്നത്. അപ്പൊ ഈ എനർജിക്ക് ഒരു കാര്യം, അതായത് ചലനം ആ ഉണ്ടാക്കുന്നതിൽ, അതായത് ചലനം ഇല്ലാതിരുന്നാല് അതിനെ നമ്മൾ ഇനേർട്ട് അല്ലെങ്കിൽ ശവം എന്ന് പറയണം. ശവമായിട്ട് കിടക്കുന്ന, ചലനശക്തി ഇല്ലാതെ കിടക്കുന്ന ആളിനെ നമ്മൾ എന്താ പറയുന്നത്? മാറ്റർ. അതിനെ ചലിപ്പിക്കുന്നതിന് എന്താ പറയുന്നത്? ശക്തി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ, ശരിക്കും പറഞ്ഞാൽ ആ സൗന്ദര്യലഹരിയിൽ ആദ്യത്തെ ശ്ലോകത്തിൽ അതുകൊണ്ടാ പറയുന്നത് അല്ലെ, ആ ഒരു ശിവശക്തിയായുക്തം എന്ന് പറയുന്നതിൽ ആ ചലിപ്പിക്കുന്ന ശക്തി ഇല്ലെങ്കിൽ ശിവൻ പോലും ശവമായിട്ട് തീരും. കാരണം ശിവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ശിവനെ ചലിപ്പിക്കാൻ ഒരു ശക്തി ഉള്ളിൽ നിന്ന് വന്നു, സെൽഫായിരിക്കുന്ന ശക്തി പുറത്തേക്ക് വന്നു, അതിന് നമ്മൾ എനർജി എന്ന് പറയുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് എ മാൻ ആൻഡ് ഹിസ് എനർജി ഈസ് ഓൾവേസ് ഇന്റർ ഡിപ്പെൻഡന്റ്. രണ്ടുപേരും പരസ്പരം പൂരിതങ്ങളാണ് അല്ലെ, പരസ്പരം ആശ്രയിച്ച് നിൽക്കുകയാണ്. നമുക്ക് വേറൊരു ഉദാഹരണം എടുക്കാം. നമുക്ക് മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറയണം അല്ലെ? മനസ്സും ശരീരവും, അതാണ് ഒരു മനുഷ്യൻ. മനസ്സുള്ളവൻ, മനു, ചിന്തിക്കുന്നവൻ അല്ലേ? അപ്പൊ ആ ഒരു മനസ്സും ശരീരവുമാണ് നമുക്കുള്ളത്. ഇനി ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് എവിടെയാ? ശരീരമില്ലെങ്കിൽ മനസ്സുണ്ടോ? അപ്പൊ ഉപാധി ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ മനസ്സിന്? അപ്പൊ ശരീരം എന്ന് പറയുന്ന ഉപാധി ഉള്ളത് കൊണ്ടാണ് അവിടെ മനസ്സുള്ളത്. ഇല്ലെങ്കിൽ മനസ്സൊന്നും ഒരു കാര്യമേ ഇല്ല. നമ്മൾ അതിനെ വിശ്വ മനസ്സെന്നൊക്കെ പറയും അല്ലേ? എല്ലാത്തിനും മനസ്സുണ്ട്. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, അതിന് എന്ത് തിന്നണം, അത് എങ്ങോട്ട് പോകണം എന്നൊക്കെ അതിനറിയില്ല. അതിന്റെ സ്വയം ഇഷ്ടത്തിന് അങ്ങ് പോകുന്നു. ചിന്തിക്കാനൊന്നും അതിന് കഴിവില്ല. പക്ഷെ മനുഷ്യന് മാത്രമേ ചിന്തിക്കാൻ കഴിവുള്ളൂ അല്ലെ? മൈൻഡ് ആൻഡ് ബോഡി, ഇപ്പൊ ശിവനും ശക്തിയും എന്താ പറയുക, ഇന്റർ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞ പോലെ മൈൻഡ് ആൻഡ് ബോഡി ആർ ഇന്റർ ഡിപ്പെൻഡന്റ്. അപ്പൊ ഈ ഇന്റർ ഡിപ്പെൻഡൻസ് അഥവാ പരസ്പര ആശ്രയത്വം തന്നെയാണ് തന്ത്രശാസ്ത്രത്തിന്റെ അടിത്തറ, ബേസിക് തത്വം. ഈ തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഫെമിനൈൻ, നമ്മള് ശക്തിയെ, സ്ത്രീ ശക്തിയെ ആരാധിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രം തനു വിസ്താര്യതേ, ഈ ശരീരത്തിലിരിക്കുന്ന ശക്തിയെ നമ്മൾ അറിയുക, അത് തന്നെയുള്ളൂ തന്ത്രം. ഇപ്പൊ ആദ്യത്തെ ആ ഒരു എന്താ പറയാ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഈ ഇന്റർ ഡിപ്പെൻഡൻസ്. അപ്പൊ തന്ത്രം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഇന്റേണൽ,
ആ ഒരു ഇന്റേണൽ കാര്യങ്ങൾക്കാണ്. കാരണം ശരീരം നമ്മൾ മാക്രോകോസം മൈക്രോകോസം എന്ന് പറയുന്നില്ലേ, മാക്രോകോസം ഇല്ലെങ്കിൽ മൈക്രോ ഇല്ല, ബ്രഹ്മാണ്ടം ഇല്ലെങ്കിൽ പിണ്ടാണ്ടം ഇല്ല, പിണ്ടാണ്ടം ഇല്ലെങ്കിലും ബ്രഹ്മാണ്ടം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ബ്രഹ്മാണ്ടത്തിനെക്കാളും കൂടുതൽ കൊടുക്കുന്നത് നമുക്ക് ബ്രഹ്മാണ്ടമായിട്ട് തീരണമെങ്കിൽ, ബ്രഹ്മാണ്ടത്തെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം പിണ്ടാണ്ടത്തെ അറിയണം. ഈ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഒരേ വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ആ ഇന്റേണൽ വർഷിപ്പിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം തന്ത്രം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഇന്റേണൽ ആണ്, എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ അല്ല. ഈ എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ വേണം, അതിന് കുളിയുള്ള എന്താ പറയാ ശൗചം ഒക്കെ പറയുന്നുണ്ടെന്നല്ലാതെ എന്ത് മനസ്സിലാക്കണമെങ്കിലും തന്ത്രശാസ്ത്രം എന്താ പറയുന്നത്, പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരിക്കുക, ഇന്നർ പ്യൂരിഫിക്കേഷൻ, ആന്തരിക ശുദ്ധി അല്ലെ. എന്തൊക്കെ പ്രാണായാമത്തിലൂടെ ഭൂതശുദ്ധിയിലൂടെ ഒക്കെ എന്താ പറയുന്നത്, നിങ്ങൾ ആന്തരിക ശുദ്ധി നേടൂ. കാരണം ആന്തരിക ശുദ്ധി ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. എക്സ്റ്റേണലി വേദങ്ങൾ പറയുന്നത് പോലെ എക്സ്റ്റേണലി വേദങ്ങൾ എന്താ പറയുന്നത്, പുറത്തുള്ള ആരാധന, വേദങ്ങളെല്ലാം ആദ്യം പ്രകൃതി ശക്തികളെ ഉപാസിച്ചു, അത് കഴിഞ്ഞ് എക്സ്റ്റേണൽ ഉപാസന, വേദത്തിൽ പറയുന്നത് എന്താ, വിഗ്രഹ ഉപാസന, പ്രതീകങ്ങള് എല്ലാം തന്നെ ബാഹ്യശുദ്ധിക്ക് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെ. പക്ഷെ തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന തനുവിനെ, സ്വശരീരത്തെ ഉപാസിക്കുന്ന, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ ഉപാസിക്കുന്നവരോട് എന്താ പറയുന്നത്, ഇന്നർ പ്യൂരിഫിക്കേഷൻ, മൈൻഡ് കൺട്രോൾ അല്ലെ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ബാഹ്യശുദ്ധിയെക്കാളും പ്രധാനം എന്നത് ആന്തരിക ശുദ്ധി തന്നെയാണ്. അപ്പൊ താന്ത്രിക ഉപാസകര് പ്രത്യേകിച്ച് ഒന്നിനോടും അറ്റാച്ച്ഡ് ആകുന്നില്ല. എന്തിനാ ഈ പ്യൂരിഫിക്കേഷൻ, അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് അല്ലെ. ആ ഒരു കാമം ക്രോധം എന്ന് പറയുന്ന നമ്മുടെ ഉപാസന ദേവത തന്നെ അമ്മയാണ്. അമ്മ വച്ചിരിക്കുന്ന ഓരോ ആയുധവും നമ്മളെ എന്താ കാണുന്നത്, നോൺ അറ്റാച്ച്മെന്റ്. നിങ്ങൾ ഒന്നിനോടും അറ്റാച്ച്ഡ് ആവണ്ട. മനസ്സാണ് എല്ലാത്തിനും പ്രധാന കാരണം. മനസ്സാണ് ഈ പറയുന്ന എന്താ പറയാ ബന്ധവും ബന്ധമോക്ഷവും കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പൊ മനസ്സ് അറ്റാച്ച്ഡ് ആകരുത്, ഒന്നിനോടും പ്രത്യേകിച്ച് അഡിക്ഷൻ വെക്കരുത് അല്ലെ. ആ ഒരു അമിതാസക്തി ഒന്നിലും നമ്മൾ പുലർത്താൻ പാടില്ല. ഇതൊക്കെയാണ് ബേസിക്കലി തന്ത്രശാസ്ത്രത്തില് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത്. നമ്മളൊരു മന്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് പഞ്ചദശി പോലെയുള്ള മഹാമന്ത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ആ ഷഡ് സമ്പത്തി എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ആ പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്ന ആ ഒരു ഉപരതി ധ്യാനം ഒക്കെ വേണമെങ്കിൽ ആദ്യം ഇത്, നിങ്ങൾ ഒന്നിനോട് അറ്റാച്ച്ഡ് ആവരുത്. എന്തിനാ, നോൺ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ മാർഗങ്ങളും പറയുന്നത്. ധാരണ, ധ്യാനം അല്ലെ, സമാധി എല്ലാം തന്നെ. അപ്പൊ എങ്ങനെ ഇരിക്കണം, ആ ആസനം മുതല് പ്രാണായാമം മുതല് ഈ 9 കാര്യങ്ങളും പതഞ്ജലി പറയുന്ന അതിനാണ്. കാരണം നമ്മുടെ ഈ അഡിക്ഷൻ ആണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. കാരണം എന്താ അഡിക്ഷൻ വരാൻ കാരണം, നമ്മൾ വിചാരിക്കുന്നു ശരീരമാണ് ശരി അല്ലെ, അത് ആ സത്യം. അപ്പോ ആ അമിതാസക്തി വച്ച് പുലർത്തുന്നവർക്ക് തന്ത്രശാസ്ത്രം പറഞ്ഞിട്ടില്ല. അവർക്ക് പ്രധാനം എന്താ, ഒരു എന്താ, അവർക്ക് ശരീരത്തിൽ ബാഹ്യമായിരിക്കുന്ന ഭോഗങ്ങളാണ്. അവർക്ക് വിഗ്രഹാരാധന, തുടക്കക്കാരെ പോലെ വിഗ്രഹാരാധനയൊക്കെ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്ത്രത്തിലോട്ട് കയറാൻ ബുദ്ധിമുട്ട്. അവര് കുറെ ജന്മങ്ങള് ബാഹ്യമായിട്ട് വിഗ്രഹാരാധന, ക്ഷേത്രങ്ങള് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശരീരമായിരിക്കുന്ന ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി കിട്ടുള്ളൂ. കാരണം അതിന്റെ പ്രാകാരങ്ങള്, ഗർഭഗൃഹങ്ങൾ എല്ലാം തന്നെ എങ്ങനെയാണോ വെളിയിൽ ക്ഷേത്രം കണ്ട് അതുപോലെ തന്നെയാണ്. കൊടിമരം ഉൾപ്പെടെ, നട്ടൽ ഉൾപ്പെടെ ഒരു ക്ഷേത്രത്തിനകത്തോട്ട് കയറണമെങ്കിൽ ആദ്യം ആ ശുദ്ധി നേടണം. അതുകൊണ്ടാണ് മന്ത്ര ദീക്ഷ എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന അമ്പലങ്ങളാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഉപാസകരുണ്ട്. എന്താ കാരണം, അവരതിന് പാകപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ തന്ത്രശാസ്ത്രത്തിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ആ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ബേസിക് ശക്തികളാണ് ശിവനും ശക്തിയും. കാരണം ഇതിൽ ബാഹ്യ ഉപാസനയിൽ അവർക്ക് ആ ഒരു സുപ്രീം കോൺഷ്യസ്നെസ്, അതായത് ശിവ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നുണ്ട്, ശിവബോധം ഇല്ലേ. അപ്പോ ആ ഒരു മനസ്സിനെ ആ ഒരു നിലയിലേക്ക് എത്തിക്കാനാണ് അവർ ബാഹ്യ പൂജകളെല്ലാം ചെയ്യുന്നത്, വേദങ്ങളിലും എക്സ്റ്റേണൽ പൂജകളിലും എല്ലാം. അപ്പൊ ഈ അറിവിനെ നമുക്ക് വെറും ഒരു ഉപാധി മാത്രം ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം അറിവിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. അപ്പൊ ഈ ശിവൻ, അതായത് നമ്മൾ ശിവത്തെ കുറിച്ച്, നമ്മൾ ശരിക്കും നമ്മുടെ ഉണ്മ എന്താണെന്ന് ചോദിച്ചാൽ ശിവത്വമാണ് അല്ലെ. എല്ലാവരുടെയും ഈ തന്ത്രശാസ്ത്രം പറയണു, നിങ്ങൾക്ക് മോക്ഷമാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവനാണ് ശിവൻ. ശിവനാണ് ജീവനായിട്ട് എടുത്തിരിക്കുന്നത്. ആ ജീവൻ എന്ന് പറയുന്ന ശിവൻ ഇരിക്കുന്ന ശരീരമായിരിക്കുന്ന പ്രകൃതിയാണ് ദേവി. അപ്പൊ ഇതിലെ ചലിപ്പിക്കുന്ന പ്രാണശക്തി, ആ എനർജി ഫോമിനെ നമ്മൾ ദേവി എന്ന് പറയുന്നു. ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു ശരീരത്തിൽ ഇരിക്കുന്നു. അല്ലാതെ ഇതിനകത്ത് എന്താ പറയാ,
ആ എളുപ്പം നമുക്കറിയാവുന്ന എന്താ, മനസ്സും ബുദ്ധിയുമല്ല. കാരണം ഈ മനസ്സും ബുദ്ധിയും എന്നൊക്കെ പറയുന്നത് വളരെ ലൗകിക തലാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ മനസ്സ് ബുദ്ധി തലം വരുമ്പോ അവിടെ ഈഗോ എന്ന് പറയുന്ന അഹങ്കാരം വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ മനസ്സും ബുദ്ധിയും ലൗകിക തലമാണ്. കാരണം അത് ഈഗോ കൊണ്ട് പ്രേരിതമാണ്. മനസ്സെന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ബോധം, ശരീരബോധത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുന്നു? നമുക്ക് ദ്വൈത ഭാവന അല്ലെങ്കിൽ ഡ്യുവാലിറ്റി ഉണ്ടാവുന്നു. ഇപ്പൊ എല്ലാ റിച്വൽസ്, പൂജകളെല്ലാം തന്നെ മനസ്സുകൊണ്ട് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പൊ ബാഹ്യ പൂജകളെല്ലാം തന്നെ ആ മനസ്സിന്റെയോ ദ്വൈതത്തിന്റെയോ അപ്പുറം പോകുന്നില്ല. കാരണം നമ്മൾ അതിന്റെ സമിത്തുക്കൾ ഉണ്ടാക്കുന്ന ഹോമമാണെങ്കിലും പൂജയാണെങ്കിലും നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യുന്നതാണ്. അത് ബുദ്ധിയിൽ നിന്നുള്ള അറിവ് കൊണ്ട് ഈ മനസ്സിലൂടെ ഒരു ഉപാസകന് തന്റെ ഉപാസന യാത്രയിലെ ആദ്യത്തെ പടിയായിട്ട് മാത്രമേ പറ്റുള്ളൂ ഈ ബാഹ്യ ഉപാസനകളെല്ലാം തന്നെ. ഈവൻ ശ്രീചക്ര ഉപാസന പോലും നമ്മൾ ശ്രീചക്രത്തിന്റെ ഓരോ ആവരണത്തെയും കണ്ട് പഠിച്ച് അത് ശരീരവുമായിട്ട് താതാത്മ്യപ്പെടുത്തി ഈ ശരീരം ശ്രീചക്രമാണെന്നൊരു ബോധം വരുന്നിടം മാത്രമേ ബാഹ്യത്തിൽ ശ്രീചക്രത്തെ ഉപാസിക്കേണ്ടതുള്ളൂ. ശ്രീചക്രവും ശരീരവും ഒന്ന് തന്നെയാണല്ലേ. ശ്രീചക്രം ശിവയോർ വപു, ശിവന്റെ എന്താ പറയാ ശരീരമാണെന്ന് കണ്ടാൽ പിന്നെ എന്താ, ആ ശരീരം നമ്മുടെ ശരീരമാണെന്ന് കണ്ട് നമുക്ക് ഉള്ളിലേക്ക് വരാം. ഈ പടികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവന്റെ ആദ്യ പടിയാണ് ഈ എക്സ്റ്റേണൽ പൂജകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ഒരു എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ, അതിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ ആ ഒരു മനോവിജ്ഞാനത്തിലൂടെ ശിവബോധത്തെ, അതായത് ശിവോഹം, തന്റെ ആത്മാവ് ശിവനാണ് എന്നുള്ള അമല വിജ്ഞാനം. നമ്മൾ അമലം എന്ന് പറഞ്ഞാൽ എന്താ, പൂർണ്ണമായിട്ടിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന വിജ്ഞാനം അഥവാ പൂർണ്ണ ബോധത്തിൽ എത്തിച്ചേരണം. ഇതാണ് തന്ത്രശാസ്ത്രത്തിന്റെ ലക്ഷ്യം, മന്ത്രദീക്ഷയുടെ ലക്ഷ്യം, ഉപാസനയുടെ ലക്ഷ്യം. ഇപ്പൊ എല്ലാ തന്ത്രശാസ്ത്രവും കോൺഷ്യസ്നെസ് തന്നെയാണ്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യസ്നെസ്സിനെ തന്നെയാണ് നമ്മൾ ബോധം, ജീവൻ എന്നൊക്കെ പറയുന്നത്. എന്നാല് അതിലേക്കുള്ള വഴി, അത് എത്തിച്ചേരാനുള്ള മാർഗത്തെ അതിനെ നമ്മൾ രണ്ടാക്കി തിരിക്കുന്നു. മാസ്കുലിൻ, ഫെമിനൈൻ എന്നൊക്കെ പറയും പോലെ അല്ലെ, സ്റ്റാറ്റിക്, ഡൈനാമിക് അല്ലെ, ഇങ്ങനെ എനർജി, എനർജി ഓഫ് ശിവ, എനർജി ഓഫ് ശിവ എന്നാണ് ദേവിയെ പറയുന്നത് അല്ലെ. സ്റ്റാറ്റിക് ആണ് ഒന്ന് ഡൈനാമിക് ആണ്, ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എല്ലാത്തിനും അതിന്റെ അടിസ്ഥാനം നോക്കിയാൽ എവറിത്തിങ് ശിവ ആൻഡ് ശക്തി. നോക്കിക്കഴിഞ്ഞ ശക്തി എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ട് പുറത്തേക്ക് വന്നതും എപ്പോഴും ഉള്ളത് ശിവബോധവും ശിവൻ മാത്രമാണ് എപ്പോഴും ഉള്ളത്. പക്ഷെ ശിവനിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റില്ല, ശക്തിയിലൂടെ എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ ഇവിടെ കാണപ്പെടുന്നതെല്ലാം, മാറ്റർ എന്ന് പറയുന്നതെല്ലാം എന്താ, ശിവ, ശിവ എലോൺ, ശിവൻ മാത്രം, ശിവൻ മാത്രം, വേറൊന്നുമില്ല ഇവിടെ. ശക്തി എന്ന് പറഞ്ഞത് വെറും ഒരു പ്രകടനം, ഒരു നാടകം. ശിവൻ തന്നെ ശക്തിയുടെ രൂപത്തിൽ പുറത്തേക്ക് വന്ന് ഈ കഴിക്കുന്ന നാടകങ്ങൾ മുഴുവനും തന്നെ തനിക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സെൽഫ്, നമ്മുടെ സെൽഫിനെ നമ്മൾ ജീവൻ എന്ന് പറഞ്ഞ പോലെ ശിവന്റെ സെൽഫാണ് ദേവി ത്രിപുരസുന്ദരി. ഒരു സ്ത്രീ പുരുഷ സമാഗമത്തെ നമ്മൾ ശിവശക്തിയായിട്ട് സംഘമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വെറും ഒരു കുണ്ടലിനി ഉത്ഥാപനം മാത്രമാണ്. ഇവിടെ ശിവൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ശരിതെറ്റുകൾ ഒന്നുമില്ല. ഈ സാധന എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്ന വിഷയസുഖം. അപ്പൊ നമുക്ക് ഈ ബേസിക് നേച്ചർ എന്താ, എല്ലാ മനുഷ്യന്റെയും ബേസിക് നേച്ചർ ഇന്ദ്രിയങ്ങളിലൂടെ സുഖം നേടുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ തന്ത്രം ഇതിനകത്തൊന്നും ബാക്കി വയ്ക്കുന്നില്ല. നമ്മുടെ എല്ലാ രഹസ്യ കാമനകളും പൂർത്തീകരിക്കപ്പെടുന്നു, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നു. അങ്ങനെ കാമനകൾ ഒഴിഞ്ഞ ഒരു മനസ്സ്, അവിടെയാണ് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുക. കാരണം തന്ത്രം നമുക്ക് ഒരു ഷോർട്ട് കട്ടും കൂടെ തരുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും, ഓൾ ഡിസയേഴ്സ് വിൽ ബി ഫുൾഫിൽഡ് എന്നാ പറയുന്നത് തന്ത്രശാസ്ത്രം പോയി കഴിഞ്ഞാൽ. അത് ദേവിയെ ഉപാസിച്ചാല് എല്ലാ മനോകാമനകളും പൂർണ്ണമാകും. അപ്പോ അങ്ങനെ എല്ലാം പൂർണ്ണമായെങ്കിൽ മാത്രമേ കാമനകൾ ഒഴിഞ്ഞ മനസ്സ്, അതെവിടെയാണ് ശിവശക്തി സംയോഗം എന്ന് പറഞ്ഞാല് ഉപാസകന് നൽകുന്നത് കാമനകൾ ഒഴിഞ്ഞ മനസ്സാണ്. അല്ലാതെ എപ്പോഴാണോ ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നത് അവർക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കുണ്ടലിനി സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് സംയോഗം ചെയ്ത് ആ ഒരു ഒഴിഞ്ഞ മനസ്സ് നമുക്ക് തരില്ല. കാരണം എന്താ, ഓരോ ചക്രത്തിലും ആഗ്രഹങ്ങളാണ്. ആ വിത്തേഷണ, പുത്രേഷണ, ദാരേഷണ എന്ന് പറഞ്ഞ ഏഷണത്രയങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെ. ഓരോ ആധാര ചക്രങ്ങളെയും ഓരോ ഗ്രന്ഥികളായിട്ട്, ഓരോ നോട്ട്സ് ആയിട്ട്, ഓരോ കെട്ടുകളായിട്ട് നമ്മൾ കാണുന്നു. അവിടെ എല്ലാം ജീവന് മുകളിലോട്ട് പോകാനുള്ള തടസ്സങ്ങളാണ്. കാരണം നമുക്ക് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു. നമ്മൾ ഇതെല്ലാം ഉപാസന ചെയ്താലും നമുക്ക് എന്താ പറയുന്നത്, എനിക്ക് അത് വേണം, അപ്പൊ ഉടനെ അടുത്ത ജന്മം ഓർഡർ ചെയ്തു ഇല്ലേ. എന്തെങ്കിലും ഒന്ന് കണ്ടു, ഒന്ന് കേട്ടു, എനിക്ക് അതാകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മതി, ജന്മങ്ങൾ വീണ്ടും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ
എന്താ പറയാ, ശിവബോധത്തിന് തടസ്സമാണ്. ശിവനിൽ എത്തിച്ചേരണമെങ്കിൽ ഈ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടണം. ഇപ്പൊ തന്ത്രം നമുക്ക് അങ്ങനെ ഒരു ഗുണം തരുന്നുണ്ട്. കാരണം എന്താ, ആഗ്രഹങ്ങളെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ശിവബോധം എന്ന് പറയുന്ന സഹസ്രാരത്തില് ഒരു ജീവന് ശരീരത്തിൽ ഇരുന്നുകൊണ്ട് എത്തിച്ചേരാനുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ താന്ത്രിക സാധനങ്ങളെല്ലാം തന്നെ അതിന് നമുക്ക് വ്യക്തിഗതങ്ങളാണ്. അവനവന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് പുറത്തറിയാൻ പറ്റില്ല, അല്ലെ? അതിന്റെ അനുഭവവും വ്യക്തിഗതമാണ്. ഇപ്പൊ എത്ര കാലം എത്ര ജന്മം എടുത്ത് ഇതെല്ലാം അനുഭവിച്ചു തീരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവനവൻ എന്തൊക്കെ ആഗ്രഹമുണ്ട്, പുറത്തു പറയാത്ത എത്ര ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഇതിനകത്തിരിക്കുന്ന ശക്തിക്കും ശിവനും മാത്രമേ അറിയൂ. അതിനനുസരിച്ച് അവന് ജന്മങ്ങൾ കൊടുത്ത് അവന്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തി അവസാനം എന്താ, ഈ ശിവനും ശക്തിയുമായിട്ട് സംയോജിച്ചു കഴിഞ്ഞാല് ഒരു ആഗ്രഹവും ബാക്കി നിൽക്കും. അതിനെയാണ് പൂർണ്ണത. അതാണ് മഹാപത്മാടവിയിലേക്ക് ഈ കാമനകൾ, കാമന്റെ ഫോർട്ട് കഴിഞ്ഞ് മന്മഥന്റെ ഫോർട്ട് 25ാമത്തെ കടങ്ങ് കഴിഞ്ഞതിന് ശേഷമേ ആ സഹസ്രാരമാകുന്ന മഹാപത്മാടവിയിലേക്ക് ഒരു ജീവന് പ്രവേശനമുള്ളൂ. അവിടെയാണ് ചിന്താമണി ഗ്രഹവും ശ്രീപുരവും എല്ലാം തന്നെ. അവിടെയാണ് ദേവി ശ്രീചക്രത്തിൽ ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ആഗ്രഹങ്ങൾ ഒഴിയണം. അതിനെയാണ് നമ്മള് ഒഴിഞ്ഞ മനസ്സെന്ന് പറയുന്നത്. അപ്പം അവിടെ വേറെ ഒന്നുമില്ല, ഇനി എനിക്ക് ഒന്നുമില്ല, ഒന്നും വേണ്ട എന്നുള്ള ഒരു പൂർണ്ണത്വം. അപ്പൊ അന്തർമുഖന്മാരായിട്ട്, അതായത് അന്തർമുഖ സമാരാധ്യ, ശരിക്കും ആത്മാ റിസൈഡ്സ് വിത്തിൻ, നമ്മുടെ ഉള്ളിലാണ് ഈ ആത്മാവ് ഇരിക്കണമെന്ന് കണ്ട് തന്ത്രം പറയുന്ന പോലെ സാധനയിലൂടെ പടിപ്പടിയായിട്ട് മാത്രമേ ഒരു ജീവന് താഴ്ന്ന തലങ്ങളിൽ നിന്ന് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താ, മായ അവിദ്യ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. ഈ രണ്ട് കാര്യങ്ങള് ഇതിനെ പെട്ടെന്ന് കടക്കാൻ സാധ്യമല്ല. കാരണം മായ അത്രയും ഒരു വലിയ ആവരണമാണ് മനുഷ്യന്റെ ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ മേളിൽ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹിരൺമയേന പാത്രേനയൊക്കെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞും ചിന്തിച്ചും അല്ലെ, നിരന്തരമായിട്ടുള്ള നിധിധ്യാസനം കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ ആവരണങ്ങള് അല്ലെങ്കിൽ ജന്മമെടുത്ത് ഈ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങനെ തന്ത്ര സാധനകളിലൂടെ ആ സത്ത ചിത്ത ആനന്ദം, സത്ത ചിത്തം ഏകം ബ്രഹ്മ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് ആനന്ദമായിട്ട് തീരും. സച്ചിദാനന്ദം ഉള്ളിൽ അനുഭവിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ സത്ത് എന്ന് പറയുന്ന എക്സിസ്റ്റൻസും ചിത്തം എന്ന് പറയുന്ന നമ്മുടെ ചൈതന്യം, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ചിത്തും അത് ഏകം ബ്രഹ്മ എന്നുള്ള ഒരു തലത്തിൽ എത്തിച്ചേരും. ഈ 10 മഹാവിദ്യകള് ഒരു സാധകന്റെ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ 10 പേരും നമ്മുടെ ഒരു സാധകന് യാത്രയിൽ സഹായിക്കുന്നവരാണ്. കാരണം ആ സച്ചിദാനന്ദം, ആ സച്ചിത് ബ്രഹ്മത്തിൽ എത്തിച്ചേരാൻ, അല്ലെ? ആനന്ദം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ ബ്രഹ്മത്തിൽ ഇരിക്കാൻ സാധിക്കും, അല്ലെ? അപ്പോ അതിനെ നമ്മുടെ സാധകന്റെ ശരീരത്തിൽ ഓരോ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവനെ നിയന്ത്രിച്ച് ശരിയായ വഴിയിലൂടെ നടത്തുന്നവരാണ് ദേവിയുടെ ഈ 10 വിദ്യകള്. വിദ്യകൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്ക് എന്നാണ് അർത്ഥം, അല്ലെ? മഹാവിദ്യകള്. അഹം ബോധത്തിന്, അഹം എന്ന് പറയുന്ന ആ ലിമിറ്റഡ് ആയിരിക്കുന്ന കോൺഷ്യസ് തലത്തെ, ഞാന്, എന്റെ ശരീരം എന്റേതെന്നുള്ള തോന്നലിനെ മഹത്തായിരിക്കുന്ന ഈ പറയുന്ന പ്രപഞ്ചാതീതത്തിന്, പ്രപഞ്ചാതീതമായി വളർത്തിക്കൊണ്ട് അവനെ പ്രപഞ്ചമാക്കി തീർക്കുന്ന, തന്റെ ശരീരം വിട്ടുപോയതിനു ശേഷം നമ്മളെ പ്രപഞ്ചത്തില് ആ ഒരു പൂർണ്ണത്വത്തിൽ ലയിക്കേണ്ട സമമാക്കി തീർക്കുന്ന 10 മഹാവിദ്യകളാണ് കാളി മുതൽ കമലാംബിക വരെ നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയായിരിക്കുന്നത്? കാളീദേവി. കാളീദേവി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആ നമ്മുടെ ഹാർട്ട് ചക്രത്തില്, ബയോളജിക്കൽ ഹാർട്ട് അല്ലേ, നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ട്, അവിടെയാണ് ദേവി ഇരിക്കുന്നത്, കാളി. അതിനെയാണ് ഹൃദയചക്രം, രക്തം ഇവയുമായിട്ട് കണക്ട് ചെയ്യുന്നു കാളി. ഇപ്പൊ രണ്ടാമത്തെ താരാദേവി എവിടെയായിരിക്കുന്നത്? നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെ? പശ്യന്തി തലം മുഴുവനും നിയന്ത്രിക്കുന്നത് താരാദേവിയാണ്. അതുകൊണ്ടാണ് താര അറിവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മണിപൂരക ചക്രത്തിൽ തുടങ്ങി ആജ്ഞാചക്രം വരെ താരയാണ് നിയന്ത്രിക്കുന്നത്. താരാദേവി തരണം ചെയ്യിപ്പിക്കുന്നവളാണ്. ഈ ഭവസാഗരത്തിൽ വരുന്ന ഓരോ ജീവനെയും അമ്മ നമ്മുടെ ശരീരത്തിലിരുന്ന്, നമ്മുടെ വാക്കാണ് പ്രവൃത്തി, ചിന്തകളാണ് പ്രവൃത്തി. വാക്ക് നമുക്ക് വീണ്ടും ജന്മങ്ങൾ ഉണ്ടാക്കുന്നു. വാക്കെന്ന് പറയുന്നത് എന്താ പറയാ, ആ ഒരു തൂണീരത്തിൽ നിന്ന് വിട്ട അമ്പാണ്. അമ്പ് പുറത്തു പോയ ലക്ഷ്യത്തിൽ തറച്ചേ പറ്റൂ. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും, പുറത്തു പറയുന്ന ഓരോ വാക്കും, ശാപങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തില് അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതാണ്. പ്രപഞ്ചം അക്ഷരസ്വരൂപമാണ്, അല്ലെ? ആ അക്ഷരങ്ങളിൽ ചെന്ന് ചേർന്ന് നമ്മുടെ കർമ്മമായിട്ട് അവിടെ രൂപാന്തരപ്പെട്ട് ഓരോ ജന്മത്തിലും അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, അല്ലെ? അതുകൊണ്ടാണ് നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷം എന്നും എന്റെ നാവിലായി വന്നിടണം. നാവ് നമ്മൾ പുറത്തു വിടുന്ന ഒരു എന്താ പറയുക, തോക്കിന്റെ വെടിയുണ്ട പോലെ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓരോ അക്ഷരങ്ങളും നമുക്ക് തന്നെ
എന്താ പറയാ, അനുഗ്രഹം നിഗ്രഹ ശക്തികളുള്ള ഓരോ അമ്പുകളായിട്ട് മാറി പ്രപഞ്ചത്തിൽ നമ്മളെ കാത്തിരിക്കുന്നു. നമ്മൾ വരുമ്പോ ഇതേ ജീവൻ തന്നെ ഇനി അനേക ശരീരങ്ങൾ എടുത്ത് വന്നാലും ഈ പറയുന്ന എന്താ പറയാ കർമ്മഫലങ്ങള് അവനവൻ തന്നെ അനുഭവിച്ചേ മതിയാവും, ഏത് ശരീരത്തിലായാലും. ചിലപ്പം അത്രയും മോശം വാക്കുകളാണെങ്കിൽ അത്രയും മോശം ശരീരത്തിൽ ഇരിക്കേണ്ടി വരും, അനുഭവിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കില്ല. അപ്പൊ താരാദേവി എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലിരുന്ന് നാവിനെ നിയന്ത്രിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? നാവ് കൺട്രോൾ ചെയ്യുക, ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക. നമ്മള് അറിയാതെ പറഞ്ഞു പോയി, അതൊരു എക്സ്ക്യൂസ് അല്ല. അറിയാതെ ഒരാളുടെ ദേഹത്തിടിച്ചു, അയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അറിയാതെ എന്നുള്ള വാക്കിന് എന്താ പ്രസക്തി? ആള് മരിച്ചു അല്ലേ? കാറ് വാഹനം ഓടിച്ചവന്റെ എന്താ പറയാ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധ എന്തുകൊണ്ടുണ്ടായില്ല? മനസ്സ് കോൺസെൻട്രേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണു. അപ്പൊ നമ്മൾ അറിയാതെ പറഞ്ഞ വാക്കാണ് അവിടെ സോറി. അതിനാണ് നാളെ നമ്മൾ ക്ഷമാപണം പറയാൻ പോകുന്നത്. കാരണം അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകളിലൂടെ വന്നവരാണ് നമ്മൾ. പലതും അറിയാതെ ആയിരിക്കാം, അത് ആ അറിവില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു കഴിഞ്ഞത് അല്ലേ? ഇവൻ ചിന്തിച്ച് ഉള്ളിലുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പ്രവൃത്തിയുടെ പകുതി ഫലമേ അനുഭവിക്കേണ്ടി വരുള്ളൂ എന്ന് തന്ത്രം പറയണം. ചില ത്രിപുര ഉപനിഷത്ത് പോലെയുള്ള തന്ത്രശാസ്ത്രങ്ങൾ പറയണം, നീ ചിന്തിച്ച്, ഇനിയിപ്പോ പുറത്ത് എത്രയൊക്കെ അഭിനയിച്ചാലും എത്രയൊക്കെ ഹിപ്പോക്രാറ്റ് ആണെങ്കിലും ഉള്ളിൽ ചെയ്യുന്ന ദുഷ്ചിന്തകള് തീർച്ചയായിട്ടും അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ, അത് വാക്കായിട്ട് പുറത്തു വന്ന കർമ്മങ്ങളായിട്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ഫലവും അനുഭവിച്ചു, 100-ൽ 100 അനുഭവിക്കാം. അല്ലെങ്കിൽ ഉള്ളിൽ ചിന്തിച്ചാലും 50% അതിന്റെ ദുഷ്ഫലങ്ങള് അല്ലെ. നല്ലതാണ് ചിന്തിക്കണമെങ്കിലോ തീർച്ചയായിട്ടും സദ്ഫലങ്ങൾ വർദ്ധിക്കും. ദുഷ്ഫലങ്ങൾ ഈക്വൽ ആയിട്ട് അനുഭവിക്കും. അതുകൊണ്ടാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാൻ കാരണം. ഈക്വൽ ആയിട്ട് കിട്ടുന്നത് ദുഷ്ഫലങ്ങൾ, സദ്ഫലങ്ങളോ ധാരാളം. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് അമ്മയുടെ കൺട്രോളിലാണ് അല്ലെ. അമ്മ ക്ഷമാ സ്വരൂപിണിയായിട്ട് നമ്മളെ പലതും ക്ഷമിച്ചും സഹിച്ചും എന്താ ആ ജീവനെ അനുഗ്രഹിക്കും. അപ്പം ഈ താരാദേവി എന്താ ചെയ്യുന്നത്? നമ്മുടെ പശ്യന്തി തലത്തിൽ തന്നെ ബിയോണ്ട് മൂലാധാരത്തിലിരിക്കുന്ന ശക്തി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് നാദസ്വരൂപിണിയായിട്ട് അക്ഷരങ്ങളിലൂടെ സഞ്ചരിച്ച് പശ്യന്തി സ്വാധിഷ്ഠാന ചക്രം, ചിന്തകൾ രൂപപ്പെടുന്നതിനുള്ള ഭാവം. അവിടം മുതല് ആ ഒരു മധ്യമ മണിപൂരകം, ആ ഒരു എന്താ പറയാ വൈഖരി എന്ന് പറയുന്നത് ആ അനാഹതം കഴിഞ്ഞ് നേരെ ആജ്ഞയിലൂടെ മോളിപ്പോയിട്ട് നമ്മുടെ നാവിലൂടെ പുറത്ത് വിശുദ്ധി ചക്രത്തിലൂടെ വരുന്നതിനെയാണ് നമ്മൾ വൈഖരി. അപ്പൊ ദേവി എന്താ? താര പറയുന്നു, നിന്നെ തരണം ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഈ നിന്റെ നാവിനെ നിയന്ത്രിക്കൂ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി അല്ലെ. പശ്യന്തി തലം മുഴുവനെ നിയന്ത്രിക്കുന്ന താരാദേവിയാണ്. അതുകൊണ്ട് അറിവുമായിട്ട് അല്ലെ, അറിവുള്ളവർ ആവശ്യമില്ലാതെ സംസാരിക്കില്ല. മണിപൂരക ചക്രത്തിലും മുതൽ ആജ്ഞാചക്രം വരെ ദേവിയുടെ നിയന്ത്രണത്തിലാണ്. ഇനി 3ാമത്തെ മഹാവിദ്യയായിരിക്കുന്ന ത്രിപുര സുന്ദരി ഒന്നും ചെയ്യുന്നില്ല അമ്മ. അതുകൊണ്ടാണ് നിഷ്കള സ്വരൂപം. അമ്മ എവിടെയാ? സഹസ്രാര ചക്രത്തില് ശിവനോട് കൂടിയിരിക്കുന്നവളാണ് ത്രിപുര സുന്ദരി. അവിടെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് താഴോട്ട് അമ്മ വരാറേ ഇല്ല. അവിടെ എന്ത് വേണോ ആയിക്കോ അല്ലെ. ശരിക്കും പ്രകൃതി നമ്മുടെ ആ ഒരു വിശുദ്ധി ചക്രത്തിന് താഴെ, നമ്മുടെ ശരീരം എന്ന് പറയുന്ന മൊത്തം പ്രകൃതിയും ആ പറയുന്ന ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ആ മുകളിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ ഇരിക്കുന്ന ഭാഗം സഹസ്രാരം, അതാണ് ശിവൻ. അപ്പൊ അവിടെ ശിവനോട് ചേർന്നിരിക്കുകയാണ് അമ്മ. അമ്മ ഇതിലൊന്നും ഇടപെടില്ല. സഹസ്രാര ചക്രത്തിൽ എത്തിയാൽ മാത്രമേ അമ്മയെ കാണാൻ പറ്റുള്ളൂ. ഇനി എത്ര ഉപാസന ചെയ്താലും അമ്മയുടെ പല പല ഭാവങ്ങളിലൂടെ നമ്മൾ അമ്മയെ കണ്ട് നമ്മൾ മുകളിൽ സഹസ്രാരത്തിൽ എത്തണം. 4ാമത്തെ ഭുവനേശ്വരി ദേവി ഹൃദയ ഗുഹ, അതായത് സ്പേസ് വേർ ദ സോൾ റിസൈഡ്സ് എന്നാ പറയുന്നത്, ഇൻ ദ ഹാർട്ട് ചക്ര. പക്ഷെ നമ്മുടെ ഹാർട്ടില്, അതായത് ആ ഹൃദയ ഗുഹയില് അല്ലെ, ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം ഹി. നമ്മുടെ ഹൃദയ ഗുഹ, ദഹരാകാശം, കഠോപനിഷത്തിൽ പറയുന്ന പോലെ ദ സെൽഫ് റിസൈഡ്സ് ഇൻ എ കേവ് ഇൻ അവർ ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. കൊച്ചു കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ, നചികേതസിനോട്, എവിടെയാണ് ആത്മാവിരിക്കുന്നത്? നിന്റെ ഉള്ളിൽ തന്നെ, നിന്റെ ഉള്ളിൽ ഒരു ഗുഹയുണ്ട്, അവിടെയാണ് അല്ലെ. എല്ലാവരും ഭഗവത്ഗീതയിലും ഇത് തന്നെ പറയുന്നത്. എന്താ പറയുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. നിന്റെ ഉള്ളിൽ ഈശ്വരൻ എവിടെയായിരിക്കുന്ന? ഹൃദയ ഗുഹയിലാണ്. അപ്പൊ ഈ ഭുവനേശ്വരി ദേവി, ഭുവനങ്ങളുടെ ഈശ്വരിയായിരിക്കുന്ന ദേവി ഇരിക്കുന്നത് ഹാർട്ട് ചക്രയിലാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ദഹരാകാശം, ആകാശ ഗുഹ എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ചിന്നമസ്ത ദേവി എവിടെയായിരിക്കുന്നത്? ചിന്നമസ്തക്ക് തലയില്ല അല്ലെ. പക്ഷെ ചിന്നമസ്ത ഇരിക്കുന്നത് ആജ്ഞാചക്രത്തെ നിയന്ത്രിക്കണം, മാത്രമല്ല പ്രാണശക്തിയുടെ ഊർധ്വഗതിയെ സഹായിക്കണു. ദേവിയുടെ 2 സ്ട്രീംസ് ഓഫ് ബ്ലഡ്, തല മുറിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടാ പിങ്കളയിലൂടെ ഒഴുകുന്ന രക്തം 2 സ്ട്രീമായിട്ട്, അതിനെ ഏകമായിട്ട് സുഷുമ്നയിലൂടെ പോയിട്ട് അത് പാത്രത്തിൽ എടുക്കുകയാണ് ദേവി. എന്തിനാ? ദാഹം തീർക്കാൻ, തന്റെ ജയ വിജയ എന്ന് പറയുന്ന തോഴിമാർക്ക്. അപ്പൊ ചിന്നമസ്ത ദേവി
പ്രാണശക്തിയെ നിയന്ത്രിക്കുന്നതാണ്, പ്രാണശക്തിയെ ഊർധ്വഗതിയിലാക്കുന്നത്. ത്രിപുര ഭൈരവി മാത്രമാണ് മൂലാധാരത്തിൽ ഇരിക്കുന്നത്. കാരണം ആരാണ് ത്രിപുര ഭൈരവി? കുണ്ടലിനി ശക്തി തന്നെയാണ്. കാരണം കുണ്ടലിനി എപ്പോഴാണോ തന്റെ ശരീരത്തെ ഉണ്ടാക്കി കഴിയുന്ന കൊച്ചു ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സഹസ്രാരത്തിലൂടെ കയറി തന്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മൂലാധാരത്തിൽ 3.5 ചുറ്റുള്ള പാമ്പിനായിട്ട് എന്താ പറയാ ഒരു ഭുജങ്കിണി രൂപത്തില് അവിടെ കിടക്കുകയാണ്. ഒരിക്കലും പിന്നെ എണീക്കുന്നില്ല അല്ലെ? സാധാരണ ആൾക്കാരിൽ എണീക്കുന്നേ ഇല്ല. ആ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളവരിൽ മാത്രമാണ് കുണ്ടലിനി ശക്തി ശകലം അനങ്ങുമെങ്കിലും ചെയ്യുന്നത്. ത്രിപുര ഭൈരവിയുടെ സ്ഥാനം എവിടെയാ? കുണ്ടലിനി ശക്തിയായിട്ട് ഈ പറയുന്ന ജന്മമെടുത്ത 2 കാലിൽ നടക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മശക്തിയായിട്ട്, കുണ്ടലിനിയായിട്ട്, ത്രിപുര ഭൈരവിയായിട്ട്, 3 പുരങ്ങളെ അറിയപ്പെടുന്നവളായിട്ട് മൂലാധാരത്തില് കഴിയണു. അടുത്തതോ ധൂമാവതി. ധൂമാവതി ഹൃദയചക്രത്തിലാണ്. ഇത് വളരെ ശക്തമാണ്, കാരണം വളരെ സൂക്ഷ്മമാണ്. കാരണം നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, ഇമോഷൻസ് വരുന്ന സമയത്താണ് ഈ ദേവി ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത്. കാരണം ധൂമാവതി അല്ലെ, ധൂമാവതി നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായിട്ട് കണ്ടു. ധൂമാവതിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ ഉപാസനയിൽ മുമ്പോട്ട് പോവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എന്ത് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ദേവി ഇല്ലാതാക്കും. അപ്പൊ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അമ്മ നമ്മുടെ ഹൃദയചക്രത്തിൽ വസിക്കുന്നു. ബഗളാമുഖി സ്ഥിതി ചെയ്യുന്നതോ നമ്മുടെ അപ്പർ പാലറ്റ് ഏരിയ. അപ്പർ പാലറ്റ് ഏരിയ എന്ന് പറയുന്ന അണ്ണാക്കിന്റെ സ്ഥാനം എന്ന് പറയും. നമ്മള് ആ ഒരു ശിരസിൽ നിന്ന് ആ ഒരു എന്താ പറയാ, അതിനെ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ഇന്ദ്രയോനി എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ദ്രദ്വാരം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ് ഇല്ലേ? നമ്മളിപ്പോ എങ്ങനെയാണ് കേജരി മുദ്രയിലൂടെ നാക്ക് പുറത്തോട്ടിട്ട നാക്കിനെ അകത്തേക്ക് ഈ അണ്ണാക്കിലൂടെ മടക്കി വെച്ചിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ടാക്കി അതിലൂടെയാണ് നമ്മൾ പ്രാണൻ പോവാന്ന് പറയും. അതിനെയാണ് കേജരി വിദ്യ എന്നൊക്കെ പറയുന്നത്. ഈ ദ്വാരം, അതായത് പ്രവേശന ദ്വാരം, ഈ സ്ഥാനം വളരെ പ്രധാനമാണ്. കാരണം ശിവശക്തി സംയോഗത്തിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു അമൃത് അല്ലെ, ആ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും അതിന്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഓരോ ന്യൂറോൺസിനെയും നമ്മുടെ ബുദ്ധിശക്തി, അതിൽ ഓരോ ന്യൂറോൺസും ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടും. പിന്നെ അൾസിമേഴ്സ് എന്ന് പറയുന്ന രോഗം വരാൻ കാരണം എന്താ? നമ്മുടെ ബ്രെയിൻ സെൽസിൽ ഡ്രൈ ആയി പോകുന്നതുകൊണ്ടാണ്, ഈ ലിക്വിഡ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ നിരന്തരമായിരിക്കുന്ന ജപവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ എപ്പോഴും നനഞ്ഞ് ആക്ടിവേറ്റഡ് ആയിരിക്കും. അതിനാണ് നമ്മൾ ആ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ്, അതാണ് ഇങ്ങനെ ഒലിച്ച് എപ്പോഴും തുള്ളി തുള്ളിയായിട്ട് വരുന്നു എന്ന് പറയുന്നത്. അതേസമയം ഇത് എപ്പോഴാ തുള്ളി തുള്ളി, അതിങ്ങനെ എപ്പോഴും എന്താ പറയാ നനഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഓർമ്മ, ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ സെല്ല് ഇല്ലാതായി പോകും. ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ രണ്ടാമത് ഉണ്ടാവാത്ത ഒരു ഭാഗം, പല്ല് ഒരിക്കൽ പോയിട്ട് രണ്ടാമത് വരും ഇല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനെ എന്താ പറയാ, എപ്പോഴും സ്ഥിരമല്ല, രണ്ടാമത് വരുന്നത് എല്ലാവർക്കും ഒരു മനുഷ്യ ശരീരത്തിലെ പല്ലാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഒരിക്കലും വരാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ബ്രെയിൻ. അതുകൊണ്ടാണ് ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്ക് കംപ്ലീറ്റ് ഓർമ്മശക്തി നഷ്ടം. ഓരോ ന്യൂറോൺസും ഓരോ അനേകായിരം നാഡികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അവിടുന്ന് വരുന്ന ആജ്ഞയ്ക്ക് അനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുക. അവിടെയാണ് ശിവൻ ഇരിക്കുന്നത് ഇല്ലേ? അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ. അവിടുന്ന് ആജ്ഞകളെല്ലാം വരിക. അതിന്റെ ഓരോ ഇപ്പൊ അപ്പർ പാർട്ടും ലോവർ പാർട്ടും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിലിരിക്കുന്ന ഒരു ന്യൂറോൺ ഇല്ലാതായി കഴിഞ്ഞാൽ, അവിടുത്തെ ഓർമ്മശക്തി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ പാസ്റ്റ് ആയിരിക്കും, ഫ്യൂച്ചർ ആയിരിക്കും, ചില കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, ആ കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ഫേഷ്യൽ പാൽസി എന്നൊക്കെ പറയും, ഒരു വശം സ്തംഭിക്കുക, ഇതെല്ലാം തന്നെ ബ്രെയിനിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്, ശരീരത്തിൽ വരുന്ന അല്ല. ബ്രെയിൻ ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത കംപ്ലീറ്റ് നമ്മളൊരു ഡെഡ് വെജിറ്റബിൾ പോലെ ഇരിക്കും. ഈ ബ്രെയിൻ ഫ്ലൂയിഡ് എന്ന് പറയുന്ന അതിനകത്തുണ്ടാകുന്ന തുള്ളിത്തുള്ളിയായിട്ട് നമ്മൾ പറയില്ലേ അമൃത പ്രവാഹം എന്ന് പറയില്ലേ, ശിരസിൽ നിന്ന് അണ്ണാക്കിലൂടെയാണ് ഇറ്റിറ്റ് വീഴുക എന്ന് യോഗികൾക്ക് പറയുന്നു. നമ്മളത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല അല്ലേ? പക്ഷെ ഇത് യോഗികൾ പറയുന്നു, ഈ ശിവശക്തി സംയോഗം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില അനുഭൂതി സമയമാകുമ്പോൾ വല്ലാതെ നമുക്ക് ഗൂസ് ബംസ് ഒക്കെ, നമുക്കൊരു രോമാഞ്ചം ഒക്കെ വരുമ്പോൾ എന്താ പറയാ, ഈ പറയുന്ന സംയോഗം കൊണ്ട് ഈ പറയുന്ന അമൃത് ഈ അണ്ണാക്കിലൂടെ ഇറ്റിറ്റ് വീഴും. അപ്പൊ ദേവിക്ക് ഹൃദയചക്രത്തിലും പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ബഗളാമുഖി ഇരിക്കുന്നത് അവിടെയാ. കാരണം ആ ഒരു എന്താ പറയാ ഒരു ട്രാൻസ്മൈഗ്രേഷൻ, ഇപ്പൊ ഈ ബഗളാമുഖി എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് റോള് ട്രാൻസ്മൈഗ്രേഷൻ, നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മാറ്റം, അതാണ് ദേവി ബഗളാമുഖി. പീതാംബരി എന്ന് പറയുന്ന മഞ്ഞ വസ്ത്രം ഉടുത്തിരിക്കുന്ന ദേവി. അടുത്തത് മാതങ്കി. അപ്പൊ മാതങ്കി ദശമഹാവിദ്യയിലെ മാതങ്കി ദേവി വിശുദ്ധി ചക്രത്തിലാണ് വസിക്കുന്നത്. കാരണം മാതങ്കി നമ്മൾ കണ്ടു വാക്കിന്റെ ദേവതയാണ് അല്ലെ? വാക്കിനെ നിയന്ത്രിക്കുന്നത് സരസ്വതി സ്വരൂപമായിട്ട് തന്നെയാണ് ശ്യാമാദേവിയെ കാണുന്നത്. കാരണം സരസ്വതി നാഡി എന്ന് പറയുന്ന ഒരു നാഡിയുണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് ആജ്ഞാചക്രത്തിൽ നിന്ന് നാവിന്റെ അറ്റം വരെയുള്ള ഞരമ്പിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ദേവിയാണ്.
കാരണം നമുക്ക് ആജ്ഞാചക്രം ശിവശക്തി അവിടെ ഗുരുവായിട്ടിരിക്കുകയാണ് അല്ലേ, ശിവശക്തികള്. അപ്പൊ അവിടുന്ന് നമുക്ക് വാക്കുകള് അമ്മയെക്കുറിച്ച് പറയണമെങ്കില് പാടണമെങ്കില് ഇതിനെല്ലാം തന്നെ വാക്ശക്തി വേണം. അപ്പൊ അത് ആ അനുഗ്രഹം കൊടുക്കുന്നത്. കാരണം ആ ഒരു ഇൻറ്റ്യൂഷൻ, ഗുരുക്കന്മാർക്കൊക്കെ നമ്മളെ കുറിച്ച് അറിയാനും നമുക്ക് അവരെ കുറിച്ച് നല്ലത് പറയാനും എന്താണ് അവര് സാധനയിൽ എവിടെ വരെ എത്തി, ഇൻറ്റ്യൂഷൻ ഒക്കെ കൊടുക്കുന്നത് ഈ ദേവിയാ. ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. പത്താമത്തത് കമലാംബികാ ദേവി അല്ലെ. കമലാംബികാ ദേവി എന്താ പറയാ, എവിടെയാ സ്ഥിതി എന്ന് ചോദിച്ചാല് ഹൃദയ ചക്രത്തിലാണ്. അപ്പൊ ദേവി ഓസ്പീഷ്യസ്നെസ് എന്നാ പറയുന്നത്. ആ ഏറ്റവും മനോഹരിയായിരിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ദേവിയാണ് കമലാംബിക അല്ലെ. ദേവി മനഃശുദ്ധി, സൗന്ദര്യം എല്ലാ മനസ്സിനും കൊടുത്തുകൊണ്ട് വെള്ള താമരയില്, താമരയുടെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ജലവുമായിട്ട് ജലത്തിൽ കിടന്നെങ്കിലും ഒരു സമ്പർക്കവും ഇല്ലാത്ത, അതിന്റെ ഇതളിൽ ഒരു തുള്ളി വെള്ളം പോലും നിൽക്കില്ല അല്ലെ. അപ്പൊ നമ്മുടെ താമര ഇലയിലും വെള്ളം നിൽക്കില്ല, അതുമായിട്ട് യാതൊരു സ്പർശവും അതിലിങ്ങനെ നിൽക്കും, അത് പിന്നെ ഇവാപ്പറേറ്റ് ചെയ്യും. അത് ഇലയുമായിട്ട് ബന്ധമില്ല. താമര വരുന്നത് ചെളിയിലാണ്, അതിന്റെ റൂട്ട്സ് എല്ലാം ചെളിയില. ഈ പ്രപഞ്ചമാകുന്ന ചെളിക്കുണ്ടില് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഉയർന്നു വരുന്ന താമര, അതിൽ ഇരിക്കുന്ന പുഷ്പം. അപ്പൊ താമരപ്പൂ അതുകൊണ്ടാണ് നമ്മുടെ നാഷണൽ ഫ്ലവർ ആവുന്നത്. അപ്പൊ സൂര്യൻ, ജ്ഞാനസൂര്യൻ വരുമ്പോ മാത്രം പ്രകാശിക്കുന്ന താമരപ്പൂ. അപ്പോ ഈ കമലാംബിക എന്ന് പറഞ്ഞാൽ എന്താ, ദേവി ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ശുദ്ധമായിരിക്കും. അതിനെയാണ് ഓസ്പീഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്യൂട്ടി, നല്ല ഭംഗിയുള്ള മനസ്സിന്റെ ഉടമകളുടെ മനസ്സിലാണ് എല്ലാരോടും സ്നേഹം അല്ലെ. സ്നേഹം, കൃതജ്ഞത, നമുക്ക് അവരോടുള്ള ഉപകാര സ്മരണ, അവരെ സഹായിക്കണം, അവരെന്റെ സഹോദരി സഹോദരന്മാരാണ്. പണ്ട് പറഞ്ഞ പോലെ ഭാരതം എന്റെ രാഷ്ട്രമാണ്, എല്ലാ സഹോദരി സഹോദരന്മാര് അല്ലെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്നോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണോ? ചിന്തിക്കുക. അപ്പൊ ദേവി എന്ന് പറഞ്ഞാൽ എന്താ, ദേവിയോട് നമുക്ക് മനഃശുദ്ധിയും സൗന്ദര്യവും ഉള്ളവരുടെ മനസ്സിൽ മാത്രമാണ് അമ്മ ഇരിക്കുന്നത്. അമ്മ ഇരുന്നാൽ ഇത് ഉണ്ടാവും, ഉറപ്പാ. ദേവി പൂർണ്ണമായിട്ടും മെറ്റീരിയൽ വേൾഡിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം ലൗകിക സുഖഭോഗങ്ങളെല്ലാം സാധകന് നൽകി അനുഗ്രഹിക്കുന്നത് കമലാംബികയാണ്. കാരണം ആഗ്രഹ പൂർത്തി കഴിഞ്ഞ് സെൽഫ് റിയലൈസേഷൻ പ്രാപ്തമാവുള്ളൂ അല്ലെ. തന്ത്രശാസ്ത്രം എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കൂ, നന്നായിട്ട് ജീവിക്കൂ, അത് കഴിഞ്ഞിട്ട് നിനക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതെ ഒഴിഞ്ഞ മനസ്സ്, അവിടെ അകത്തുള്ള ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് മോക്ഷം. അല്ലാതെ മോക്ഷം പ്രാപ്തമല്ല. ആഗ്രഹങ്ങള്, അതായത് ആ ഒരു സ്പിരിച്വൽ ക്വസ്റ്റ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ അവന് ലൗകിക തൃഷ്ണകൾ ഈ ദേവി സാധിച്ചു കൊടുക്കും. എനിക്ക് ഈശ്വരനെ അറിയണം, പക്ഷെ എനിക്ക് കുറെ ആഗ്രഹങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ഈ കമലാംബിക ദേവി എല്ലാം കൊടുക്കും അവന്. കാരണം അവന്റെ ലക്ഷ്യം എന്താ, അതാണ് ലക്ഷ്യതേ. മഹാലക്ഷ്മിക്ക് ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്നവളെന്ന് അർത്ഥമുണ്ട് ദേവി മഹാത്മ്യത്തില്. നമ്മുടെ ലക്ഷ്യം എന്താ, ഈ പറഞ്ഞ പുരുഷാർത്ഥത്തിൽ മോക്ഷമാണ് അല്ലേ. അപ്പൊ ആ ധർമാർത്ഥ കാമങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ഈ അമ്മ മുഴുവനും മെറ്റീരിയൽ വേൾഡിലാ മഹാലക്ഷ്മി. പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ താമരയിൽ ഇരിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഈ ജീവിതത്തില് ഈ വരുന്ന മെറ്റീരിയൽ, ഈ പറയുന്ന നമ്മുടെ ലൗകിക ജീവിതത്തിൽ എല്ലാവരുമായിട്ടും നമ്മൾ സഹവസിച്ചുകൊണ്ട് ഒന്നിലും ബന്ധപ്പെടാതിരിക്കണം, അവന് എല്ലാ ആഗ്രഹപൂർത്തികളും ദേവി സാധിച്ചു കൊടുക്കണു. അപ്പൊ ശരീരം ക്ഷേത്രവും ആത്മാവ് ക്ഷേത്രജ്ഞനുമാണെന്നുള്ള അറിവ് ഈ ദേവി കൊടുക്കുന്നുണ്ട്. ഈ ദശമഹാവിദ്യകള് ഈ എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ സ്ഥാനങ്ങൾ നോക്കിയാല് അവരുടെ ഫങ്ഷൻസ് എല്ലാം തന്നെ നമ്മളെ, അതായത് ഒരു ജീവനെ ഉയർന്ന ചക്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ജീവനെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോകാനാണെന്ന് നമുക്ക് കാണാം. അപ്പൊ ത്രിപുര ഭൈരവി എന്ന് പറഞ്ഞ പ്രാണശക്തി ആയതുകൊണ്ട് മാത്രമാണ് മൂലാധാരത്തിൽ ഇരിക്കുന്നത്. ഈ 10 ശക്തികളും എവിടെയാ ഇരിക്കുന്നത്? സ്ഥൂല ശരീരത്തിലല്ല, ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് സൂക്ഷ്മ ശരീരത്തിലാണ്. കാരണം ഒരു സാധകന് ആ ഹയർ സ്പിരിച്വൽ നോളജ് കൊടുക്കുന്ന ശക്തിമാരാണ് ഇവരെല്ലാം തന്നെ. ആ ഉയർന്ന അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ശിവനിലേക്ക് ഈ ജീവനെ എത്തിക്കാൻ പറ്റൂ. നമ്മുടെ സെൽഫ് എഫേർട്ട് അവിടെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പൊ ഈ 10 പേരും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് ജീവനെ പാകപ്പെടുത്തുന്നു. എല്ലാവരും അവരവരുടെ ശിവഭാവങ്ങളാണ്. കാരണം എന്താ, എല്ലാ മഹാവിദ്യകളിലൂടെയും അവരവരുടെ ഭൈരവന്മാരായിരിക്കുന്ന ശിവനെ നമ്മൾ കണ്ടു. ഭൂമാവതി മാത്രം എന്താ ആ ഒരു ഭയാനകമായിട്ട് ചിത്രീകരിക്കാൻ കാരണം ശിവൻ നല്ലതും, കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓംനി പ്രസന്റ്, എല്ലായിടത്തും ഉള്ളതാണ് ശിവൻ ഇല്ലേ. അപ്പൊ ആ ഒരു ശക്തിക്ക് അങ്ങനെ ആകാൻ പറ്റൂ. കാരണം എന്താ, നല്ലത് സത്വഗുണമുള്ളതെല്ലാം ഈശ്വരൻ, അല്ലാത്ത മോശം ഗുണമുള്ളതെല്ലാം എന്താ പറയാ അസുരന്മാരെന്ന് പറഞ്ഞ് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ശിവൻ നല്ലത്, എന്താണ് രുദ്രൻ പറയുന്നത്, സഭയും സഭാപതിയും പട്ടിയും പട്ടിയെ തിന്നുന്നവനും ചണ്ടാളനും എല്ലാം ഞാനാണ്. ശിവൻ എന്ന് പറഞ്ഞാല് നമുക്കവിടെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞൊരു ഡിമാർക്കേഷൻ സാധ്യമല്ല. അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓംനി പ്രസന്റ് ഓംനി പൊട്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, എല്ലായിടത്തും ഉള്ള ശക്തി എങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നത്?
അപ്പോ ശിവൻ എവിടെയാ? ധൂമാവതിയുടെ ഉള്ളിലാണെന്ന് നമ്മൾ കണ്ടു അല്ലെ? ശിവൻ ഈ 10 ശക്തികളിലൂടെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. ഇതിൽ ഉയർന്നത് താഴ്ന്നത് എന്ന ഒരു ഭാവവും ഇല്ല. ഈ 10 പേരും മനുഷ്യന്റെ എക്സിസ്റ്റൻസിന് വേണ്ട ശക്തികൾ തന്നെയാണ്. ഈ ശക്തികൾ പ്രവർത്തിക്കുന്ന എല്ലാം തന്നെ വളരെ സൂക്ഷ്മ തലത്തില്, അതായത് നമ്മുടെ സട്ടിൽ ബോഡിയിലാണെന്ന് മാത്രം. കാരണം എന്നാലേ ഈ സുപ്രീം നോളജ്, അതായത് അൾട്ടിമേറ്റ് ആയിരിക്കുന്ന എയിം, ആ ഒരു റിയലൈസേഷൻ ഓഫ് ശിവ വിത്തിൻ അസ്, അല്ലെങ്കിൽ വിത്തിൻ അവർ ബോഡി, ആ അൾട്ടിമേറ്റ്ലി നമ്മൾ ശിവനായിട്ട് തീരണം അല്ലെ? അൾട്ടിമേറ്റ്ലി എന്താ വേണ്ടത്? വി ഹാവ് ടു ബിക്കം വൺ വിത്ത് ശിവ. ആ ലിബറേഷൻ, അല്ലെങ്കിൽ ആ ഫൈനൽ സ്റ്റേജസ് ഓഫ് ലിബറേഷനിലെങ്കിലും എത്തണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? ഈ സട്ടിൽ ബോഡി തന്നെ ഇത് വർക്ക് ചെയ്തെങ്കിലേ പറ്റൂ. സട്ടിലാണ് മന്ത്രങ്ങളെല്ലാം, സട്ടിലാണ് അല്ലേ? മന്ത്ര ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ശരീരമുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ലിബറേഷൻ എന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് ഒരു ജീവന്റെ യാത്രയില് ഈ 10 ശക്തികൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ആ ഒരു ലിബറേഷന്റെ ഫൈനൽ സ്റ്റേജസ് ഓഫ് ലിബറേഷനിൽ പിന്നെ മന്ത്രജപമോ പൂജയുടെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ ഓരോ തലങ്ങളാണ്. മന്ത്രത്തിന് എന്താ പ്രാധാന്യം? മനസ്സുള്ളത് വരെ മാത്രമേ മന്ത്രമുള്ളൂ. മനനാൽ ത്രായതേ ഇതി മന്ത്രം എന്നല്ലേ? അപ്പൊ മന്ത്രം മനസ്സുള്ളവരെ മാത്രം, മനസ്സ് എപ്പോ ഉണ്ടാവോ അപ്പൊ വരെ ഉള്ളൂ. അതായത് ആജ്ഞാചക്രത്തിലാണ് മനസ്സ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ സാധകനെ എന്താ പറയാ, രക്ഷിക്കുക, സംരക്ഷിക്കുക, അതാണ് മന്ത്രത്തിന്റെ ചുമതല. മന്ത്രം ഓരോ ദേവതയാണ് അല്ലെ? ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫില് മന്ത്രം നമുക്ക് പ്രൊട്ടക്ടർ ഓഫ് മൈൻഡ് ആണ്. നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ശക്തിയാണ് മന്ത്രം. അപ്പൊ കൺട്രോൾ പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പവർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ, അതുകൊണ്ടാണ് ദേവിക്ക് എന്താ പറയാ, മാതൃകാ മന്ത്രാക്ഷര രൂപിണി എന്ന് പറയാൻ കാരണം. മന്ത്രാക്ഷര രൂപിണിയാണ് അമ്മ. അക്ഷരങ്ങള്, ഈ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 51 അക്ഷരങ്ങളുടെ ശക്തി ഭയങ്കര വലുതാണ്. അതായത് ഈ മന്ത്രാക്ഷരങ്ങളിലൂടെ നമ്മൾ സ്ഥിരം ജപിക്കുമ്പോൾ നമ്മുടെ ഓരോ ശരീരത്തിലിരിക്കുന്ന ചക്രങ്ങളിലും സ്പന്ദനം ഉണ്ടാവുന്നു. ഈ സ്പന്ദനങ്ങൾ ഉണ്ടാക്കി ചെറുതായിട്ട് കുണ്ടലിനി ശക്തിയെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രജപങ്ങളെല്ലാം തന്നെ. അപ്പൊ അനേക വർഷം എടുക്കും ഇത്, എന്നാൽ മാത്രമേ ജപസിദ്ധി കിട്ടുള്ളൂ. അനേക ജന്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ജന്മത്തിൽ തന്നെ സാധിച്ചെന്നിരിക്കും. അപ്പൊ ഈ യോഗസിദ്ധി, കാരണം ജപസിദ്ധി കിട്ടിയെങ്കിൽ മാത്രമേ യോഗസിദ്ധി, യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജീവനെ ഉണർത്തി ശിവനുമായിട്ട് ചേർക്കുക. അപ്പൊ ഈ ജപസിദ്ധിയിലൂടെ യോഗസിദ്ധി കൈമാറി കഴിഞ്ഞാല് കുണ്ടലിനി എന്ത് ചെയ്യും? മുകളിലേക്ക് പതുക്കെ സഞ്ചാരം തുടങ്ങും. അവിടെ എല്ലാറ്റിനെയും തന്നിലേക്ക് ചേർക്കുന്ന ശക്തി. അപ്പൊ ഈ മന്ത്രങ്ങളെല്ലാം എന്ത് ചെയ്യും? ആ ഒരു എന്താ പറയാ, സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോയി ഒളിക്കും. കാരണം പിന്നെ അവിടെ എന്താ, ഈ കുണ്ടലിനി ഉണർന്ന് ഈ പറഞ്ഞ മൂലാധാരത്തിലിരിക്കുന്ന 4 അക്ഷരങ്ങൾ അല്ലേ, ആ ഒരു എന്താ പറയാ, ഭൂമിയെ തന്നിലോട്ട് ചേർത്ത് അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാനത്തിൽ കയറി 6 അക്ഷരങ്ങളും അവിടെ ഇരിക്കുന്ന ജലത്തെ തന്നിലോട്ട് ലയിപ്പിച്ച് മണിപൂരക ചക്രത്തിൽ വന്നിട്ട് അഗ്നിയെ തന്നിലോട്ട് ലയിപ്പിച്ചു. കാരണം ഇതെല്ലാം സെപ്പറേറ്റഡ് ആണ് ശരീരത്തിൽ വന്നപ്പോ. ഒന്നായിരുന്നത്, ഒന്നായ നിന്നേഹ രണ്ടെന്ന്, ഇത് 2, 3, 4, 5 ആയി ഇല്ലേ? അതിനെ തിരിച്ച് ഒന്നാക്കിക്കൊണ്ട് പോവുകയാണ് ആ ശക്തി. പിന്നെ മണിപൂരക ചക്രത്തിൽ വന്ന ആ 10 എന്താ പറയാ അക്ഷരങ്ങളും അവിടെ ഇരിക്കുന്ന അഗ്നിയെ തന്നിലോട്ട് ലയിപ്പിച്ച് അനാഹത ചക്രത്തിൽ വന്ന് വായുവുമായിട്ട് സംയോഗം ചെയ്ത് എങ്ങനെയാണോ പഞ്ചീകരിക്കപ്പെട്ടത് തിരിച്ച് ഏകത്വത്തിലേക്ക് പോകുന്ന യാത്രയാണ്. അവിടുത്തെ അക്ഷരങ്ങൾ 12 അക്ഷരങ്ങളെ 16 അക്ഷരങ്ങള് വിശുദ്ധി ചക്രത്തിൽ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആജ്ഞാചക്രത്തിൽ എന്ത് ചെയ്യും? അവിടെ ഡിസോൾവ് ചെയ്യും. മനസ്സ് അവിടെ തീർന്നു. മനസ്സിന്റെ ജോലിയാണ് ഇത്. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് അതിനകത്ത് അത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് അല്ലേ? നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനാണ് മനസ്സിന് 4 അറകളുണ്ടെന്ന് പറഞ്ഞത്. ഈ മന്ത്രങ്ങളെല്ലാം എവിടെ പോയി? സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്ന് അവിടെ ഇങ്ങനെ എന്താ പറയുക ഇരിക്കും. കാരണം ഇവിടെ ഇനി ഒന്നുമില്ല. കാരണം തന്നിലേക്ക് ആ എല്ലാം ലയിപ്പിച്ചു കഴിഞ്ഞു. അവിടെ പ്രവേശിച്ച ആ മനഃചക്രം നമുക്കറിയാലോ, ആജ്ഞാചക്രത്തിന് മുകളിലായിട്ട് മനോമയ ചക്രമുണ്ട്. അവിടെ ഗുരുചക്രമുണ്ട്, മനഃചക്രമുണ്ട്. അവിടെ ഈ അക്ഷരങ്ങളും ഈ മന്ത്രങ്ങളും എല്ലാം പോയി ലയിക്കും. പിന്നെ മന്ത്രജപത്തിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. അപ്പൊ കുണ്ടലിനി യാത്ര തുടങ്ങിയാല് പിന്നെ മന്ത്രങ്ങളുടെ ആവശ്യമില്ല. അപ്പോ എന്താ പറയണത്? സൗന്ദര്യ ലഹരിയില് സകലമഭിഭിത്വാ കുലപദം സഹസ്രാരേ പത്മേ സഹരഹസി പത്യ വിഹരസേ. തന്റെ ഭർത്താവുമായിട്ട് ശിവനുമായിട്ട് രസിക്ക ആ ഒരു അമ്മ എന്ത് ചെയ്തു? സഹസ്രാര പത്മേ സഹരഹസി, ഒളിച്ചിട്ട് ദേവി ശിവനുമായിട്ട് പതിയുമായിട്ട് സകലമഭിഭിത്വ, എല്ലാത്തിനും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അല്ലെ, ആ നാമരൂപങ്ങളെ എല്ലാം തന്നിലോട്ട് ലയിപ്പിച്ചുകൊണ്ട്, എവിടെയാണോ നമുക്ക് ആ ഡ്യുവാലിറ്റി ഉണ്ടായിരുന്നത് അതിനെ എല്ലാം ഇല്ലാതാക്കി ആ ശക്തി മോളിലേക്ക് കുതിച്ച് ശിവനുമായിട്ട് ചേർന്നു. പത്യാവിഹരസേ. പിന്നെ മന്ത്രങ്ങളുടെ ആവശ്യം എന്താ? അങ്ങനെ ജപം എന്നത് ധ്യാനത്തിലേക്ക് മാറുകയാണ്. പിന്നെ അവിടെ ജപത്തിന്റെ ആവശ്യമില്ല, ധ്യാനിക്കുക. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? അത് തനിയെ സംഭവിക്കുന്നതാണ്. അത് ഒരു രീതിയിലും ഉണ്ടാക്കി അതിനുകൊണ്ട് മാറ്റോ
കസേരയോ സന്ധ്യയോ ഒന്നുമില്ല. ധ്യാനം ഈ ഒരു തലത്തില് നിരന്തര ധ്യാനമായിരിക്കും. നമ്മൾ പറയില്ലേ, നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി, സമധി, ബുദ്ധിയുടെ യാത്രയില്ലാതെ സമമായിട്ട് ഇക്വിലിബ്രിയമായിട്ടിരിക്കുന്ന ബുദ്ധി. അപ്പൊ അങ്ങനെ ജപം എവിടെ പോയി? അത് ധ്യാനത്തിൽ ലയിച്ചു. ഇത് തനിയെ സംഭവിക്കേണ്ടതാണ്. കാരണം നമ്മള് ദിവസവും ഉപാസനാ മാർഗത്തിലൂടെ തന്നെ ദേവിയെ ഉപാസിച്ച് വരുമ്പോ ഈ പറയുന്നത് ഇനിയിപ്പോ കുണ്ടലിനി ഉണർന്നോ എല്ലാത്തിനെയും യോജിപ്പിച്ചതൊന്നുമല്ല. ഒരു തലം കഴിയുമ്പോൾ മന്ത്രങ്ങളെല്ലാം മറന്നു പോയിട്ട് അവസാനം ധ്യാനം നിരന്തരമായിട്ട് ദേവിയുടെ ആ ഒരു ശബ്ദം മാത്രം അനാഹതത്തിൽ നമ്മുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ട് നമ്മൾ ആ നാമരൂപങ്ങളെയൊക്കെ ഇല്ലാതായി വെറും ഒരു പ്രകാശത്തിൽ നമ്മൾ എത്തിച്ചേരും. നമ്മൾ പ്രകാശത്തെ അവിടെ എൻഫോഴ്സ് ചെയ്യണ്ട. അവിടെ രൂപങ്ങൾ ഇരുന്നോട്ടെ, മനസ്സുള്ളപ്പോ രൂപം വന്നോട്ടെ, കുഴപ്പമില്ല. ആ തനിയെ നമ്മൾ ധ്യാനത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നാമരൂപങ്ങളെല്ലാം അതില് ലയിക്കും. നമ്മള് ലളിതാ സഹസ്രനാമം അത് തന്നെയാ പറയുന്നല്ലേ, ആ എല്ലാ വർണ്ണങ്ങളെയും എല്ലാം തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് ദേവി സർവവർണ്ണ വിവസ്ഥിതയായിട്ട്, കാരണം എല്ലാ വർണ്ണങ്ങളെയും അതിക്രമിച്ചുകൊണ്ട് അമ്മ സഹസ്രാര പത്മത്തില് ഇതിനെയാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ, ഈ ധ്യാനത്തിനെയാണ് നമ്മൾ ട്രാൻസ്ഡെന്റൽ മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മൾ ട്രാൻസിലാണ്, അതായത് സമാധി അവസ്ഥയിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. ഈ ധ്യാനം പുരോഗമിച്ചിട്ട് ഒരു ഹയർ വെലോസിറ്റിയിലാവുമ്പോൾ ഇതിനെ ആത്മജ്ഞാനം എന്ന് പറയും. അതായത് ആ ഞാൻ എന്നുള്ള തലത്തിൽ എത്തിച്ചേരും. നമ്മുടെ ഉള്ളില് ആ ഒരു ഹയർ സ്റ്റേജ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാല് നമുക്കൊരു പരമാവധി 10 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അത്രേ നിൽക്കുള്ളൂ ശരീരം ഉള്ളപ്പോ. കാരണം ഈ ഹയർ സ്റ്റേജസിൽ ആ മെഡിറ്റേഷനില് ഈഗോ എന്ന് പറയുന്ന ശരീരബോധം, ഞാൻ എന്നുള്ള ഭാവം, നമ്മുടെ ആണവമലം പതുക്കെ 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 ഡിസോൾവ് ചെയ്ത് ഓൾമോസ്റ്റ് ശരിക്കും ആ നത്തിങ്നെസ്, അതിനെയാണ് നമ്മൾ മഹാശൂന്യത എന്ന് പറയുന്നത്. ആ നത്തിങ്നെസ്, ഭഗവാൻ എന്താ, ശിവൻ എന്താ, ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലെ? മഹാശൂന്യതയും കടന്നെന്ന് ചിലര് പറയാറുണ്ട്. ആ ഒരു ക്ഷീരപഥം കഴിഞ്ഞ് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ അതിക്രമിച്ച് ആ ക്ഷീരപഥത്തിലൂടെ മഹാശൂന്യതയും അതിക്രമിച്ച് നിൽക്കുന്ന ശക്തിയിലേക്കുള്ള പ്രവേശനം എന്ന് പറയും. അപ്പൊ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ തലത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അവിടെയാണ് ആ നത്തിങ്നെസ്, അല്ലെങ്കിൽ ആ എല്ലാ ഡൗട്ട്സും, നമുക്ക് ഒരു സംശയവുമില്ല, എല്ലാം ക്ലിയർ ആയി അല്ലെ? ഓരോ ചക്രങ്ങൾ കടന്നപ്പോഴും ആ ക്ലിയറൻസ് ദേവി തന്നു. ഇത് ഇതാണ് തന്നിൽ യോജിപ്പിച്ചുകൊണ്ട് ആ ഒരു അമലമായിരിക്കുന്ന ജ്ഞാനത്തിലേക്ക്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ചിന്ത്യന്തേ സർവ സംശയാഹ. എല്ലാ സംശയങ്ങളെയും അസ്തമിപ്പിച്ചുകൊണ്ട് ഈഗോ എന്ന് പറയുന്നത് ആ ഭണ്ഡാസുരനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി തന്ന ദേവി ആ ഈഗോ ഡിസോൾവ് ചെയ്ത് മൈൻഡ് ഈസ് പ്യുവർ, നമ്മുടെ മനസ്സ് ശുദ്ധമായി, അഹങ്കാരം എല്ലാം അപ്രത്യക്ഷമായി, മനസ്സ് ശുദ്ധമായി, ആത്മാവിനെ ചുറ്റിയിരുന്ന എല്ലാ മാലിന്യങ്ങളും മറഞ്ഞു. ആത്മാവ് ഇപ്പൊ എന്താ? ട്രാൻസ്പെരന്റ്, സ്ഫടിക ലിംഗം പോലെ പ്രകാശിക്കുകയാണ് ആത്മാവ്. ആ സമയത്തിലൂടെ വീണ്ടും 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 ശുദ്ധി പ്രാപിച്ച് അങ്ങനെ ജീവന്റെ യാത്ര ശിവനിൽ എത്തിച്ചേരുന്നു. ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് കോൺഷ്യസ്നെസ് ഈസ് ശിവ. ഏത് തലത്തിലെത്തി? ശിവ കേവലോഹം അഹം ശിവ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ഈ ദശമഹാവിദ്യകളുടെ ഉപാസനയിലൂടെ, ശക്തി ഉപാസനയിലൂടെ നമ്മൾ എവിടെ എത്തിച്ചേർന്നു? എക്സിസ്റ്റൻസിൽ എത്തിച്ചേർന്നു അല്ലെ? പ്യുവർ എക്സിസ്റ്റൻസ്, പ്യുവർ കോൺഷ്യസ്നസ്, ഞാൻ അത് മാത്രമേ ഉള്ളൂ എന്നുള്ള തലത്തിൽ അഹം ബ്രഹ്മാസ്മി, തത്വമസി, എല്ലാ മഹാവാക്യങ്ങളും അവിടെ അസ്തമിച്ചു. വാക്യങ്ങളോ വാക്കുകളോ ഒന്നുമില്ലാത്ത അവസ്ഥ, നത്തിങ്നെസ് എന്ന് പറയുന്ന മഹാശൂന്യത എന്ന് പറയുന്ന പൂർണ്ണമായിരിക്കുന്ന അറിവില് ജീവൻ ലയിച്ചു ചേർന്നു. ദേഹത്തിലേക്ക് വരാത്ത ആ ഒരു യാത്ര അവിടെ സമാപിക്കുകയാണ്. ദശമഹാവിദ്യകൾ നമുക്ക് ഈ ബോധം തരട്ടെ, ഈ തലത്തിലേക്ക് നമ്മളെ എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഇന്നിവിടെ ദശമഹാവിദ്യ രഹസ്യം എന്ന് പറയുന്ന ആ ഗുഹ്യമായിരിക്കുന്ന വിദ്യ ഇന്ന് നമ്മുടെ അതിലൂടെയുള്ള യാത്ര, നമ്മുടെ ഓരോ ജീവന്റെയും ഇവിടെ അവസാനിക്കുന്നെങ്കിലും നമ്മുടെ ശരീരം ഉള്ളിടത്തോളം കാലം തുടർന്ന് ഇത് നമുക്ക് ശിവനിൽ എത്തിച്ചേരാനുള്ള ഒരു പാതയായിട്ട് അതിൽ വെളിച്ചം വീശുന്നതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുരുപരമ്പര തന്നെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.